ആറ്റിങ്ങൽ ഇരട്ടക്കൊലക്കേസ് നാടിനെ നടുക്കിയ കേസ് ഏതു മനുഷ്യത്വത്തിനും അംഗീകരിക്കാൻ കഴിയാത്തതെന്ന് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. ഒന്നാം പ്രതി നിനോ മാത്യുവിന് വധശിക്ഷ, കൂട്ടുപ്രതി അനുശാന്തിക്ക് ഇരട്ട ജീവപര്യന്തവും. ആറ്റിങ്ങൽ ഇരട്ടക്കൊലപാതക കേസിന്റെ പശ്ചാത്തലത്തിൽ കുറ്റവാളികൾ ഏതു തരത്തിൽ കുറ്റവാളികളാകുന്നു, സമൂഹത്തിന്റെ അവസ്ഥകൾക്ക് ഇതിലെ എത്രമാത്രം പങ്കുണ്ട്, നിയമത്തിന്റെ വഴിയിൽ നടക്കുമ്പോൾ തന്നെ നിയമത്തിന്റെ മനസ്സും മനുഷ്യരുടെ മനസ്സും. ന്യൂസ് ആൻഡ് വ്യൂസ് ഈ വിഷയം പരിശോധിക്കുമ്പോൾ ആറ്റിങ്ങൽ ഇരട്ടക്കൊലപാതക കേസിൽ ഒന്നാം പ്രതി നിനോ മാത്യുവിന്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ശാസ്തമംഗലം അജിത്ത്, അതോടൊപ്പം ക്രിമിനോളജിസ്റ്റ് ഡോക്ടർ ജെയിംസ് വടക്കംചേരി, അസിസ്റ്റന്റ് പ്രൊഫസർ മെഡിക്കൽ കോളേജ് സൈക്യാട്രി ഡോക്ടർ സാമൂഹ്യ പ്രവർത്തക രജിതയും ന്യൂസ് ആൻഡ് വ്യൂസിൽ. ആറ്റിങ്ങൽ ഇരട്ടക്കൊലപാതക കേസ് മനുഷ്യ മനസ്സിനെ മരവിപ്പിക്കുന്നതെന്ന് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. ഒന്നാം പ്രതിക്ക് വധശിക്ഷ, കൂട്ടുപ്രതി അനുശാന്തിക്ക് ഇരട്ട ജീവപര്യന്തം. കുറ്റവാളികൾ ഡോക്ടർ ജെയിംസ് വടക്കംചേരി ഏറ്റവും പ്രധാനമായി ക്രിമിനൽ ജൂറിസ്പ്രുഡൻസും അത്തരം പഠനങ്ങൾ പറയുമ്പോഴൊക്കെ എല്ലാ പ്രഗത്ഭരും അത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ കുറ്റവാളികൾ സ്വയം ഉണ്ടാകുന്നതല്ല, സൃഷ്ടിക്കപ്പെടുന്നതാണ്. ആര് എന്നുള്ളത് ഏറ്റവും പ്രമുഖമായ ചോദ്യവും താങ്കളടക്കമുള്ളവർ നിരവധി തവണ പഠിച്ചുകൊണ്ടുമിരിക്കുന്നു. കുറ്റവാളികൾ സൃഷ്ടിക്കപ്പെടുന്നതാണ് എങ്കിൽ അനുശാന്തിയും നിനോ മാത്യുവും സൃഷ്ടിക്കപ്പെടാനുള്ള സാഹചര്യം അത് ഏറ്റവും പ്രാധാന്യവുമാണ് ഈ ഘട്ടത്തിൽ. ന്യൂസ് ആൻഡ് വ്യൂസ് വിഷയം പരിശോധിക്കുമ്പോൾ അഡ്വക്കേറ്റ് ശാസ്തമംഗലം അജിത്ത് നിനോ മാത്യുവിന്റെ അഭിഭാഷകൻ, അതോടൊപ്പം ഡോക്ടർ ജെയിംസ് വടക്കംചേരി മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സൈക്യാട്രിക് വിഭാഗം ഡോക്ടർ മോഹൻ റോയ്, സാമൂഹ്യ പ്രവർത്തക രജിതയും. ഡോക്ടർ ജെയിംസ് വടക്കംചേരിയിലേക്ക് പോകുന്നതിന് മുമ്പ് അഡ്വക്കേറ്റ് ശാസ്തമംഗലം അജിത്തിനാണ് ഈ പാനലിൽ ഏറ്റവും പ്രാധാന്യം. അഡ്വക്കേറ്റ് ശാസ്തമംഗലം അജിത്ത്, നിയമ സംവിധാനങ്ങൾ ഇവിടെയുണ്ട്, വളരെ സ്ട്രിക്റ്റ് ആണ്, കൃത്യമായി അതിന് പ്രോസിക്യൂഷനുണ്ട്, അന്വേഷണ സംവിധാനങ്ങളുണ്ട്. താങ്കൾ കേരളത്തിലെ ഏറ്റവും മികച്ച പ്രഗത്ഭനായ ക്രിമിനൽ അഭിഭാഷകൻ. കോടതി ഇന്ന് കണ്ടെത്തിയിരിക്കുന്നത് സമൂഹ മനസ്സാക്ഷിയെ മരവിപ്പിക്കുന്ന ഇൻസിഡൻ്റാണ്. വധശിക്ഷ കൊടുത്തു താങ്കളുടെ പ്രതിക്ക്, കൂട്ടുപ്രതിക്ക് ഇരട്ട ജീവപര്യന്തവും. അപ്പോഴും താങ്കൾ കോടതി മുറിയിൽ ഒന്നാം പ്രതിക്ക് വേണ്ടി ഘോരഘോരം വാദിച്ചു. ഒരു അഭിഭാഷകനും സാമൂഹ്യ പ്രതിബദ്ധത വേണം. അഡ്വക്കേറ്റ് ശാസ്തമംഗലം അജിത്ത്, താങ്കളെപ്പോലെയുള്ളവർക്ക് അത് നഷ്ടപ്പെടാൻ പാടുണ്ടോ? അങ്ങനെ നഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ല, അതെൻ്റെ പ്രൊഫഷണൽ ഡ്യൂട്ടിയാണ്. ഒരു പ്രതിക്ക് ലീഗലായിട്ടൊരു ഡിഫൻസ് കിട്ടുക, അവൻ എന്ത് കുറ്റം ചെയ്തോട്ടെ, അവന് ലീഗലായിട്ടൊരു ഡിഫൻസ് കിട്ടുക എന്നുള്ളത് അടിസ്ഥാനപരമായ ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമാണ്, അവൻ്റെ റൈറ്റാണത്. അപ്പം ഇവിടെ എന്ത് റൈറ്റാണ് നിനോ മാത്യുവിനുള്ളത്? അത് അവനൊരു അക്യൂസ്ഡ് ആണ്. അവന് അനുകൂലമായ ഒരു പ്രിസംപ്ഷൻ കോടതിയിലുണ്ട്. ആൻഡ് അക്യൂസ്ഡ് ഈസ് പ്രിസ്യൂംഡ് ടു ബി ഇന്നസെന്റ് അണ്ടിൽ അതർവൈസ് പ്രൂവ്ഡ് ഗിൽറ്റി. അവനെ കുറ്റക്കാരനായിട്ട് തെളിയിക്കുന്നത് വരെ അവന് ഉള്ള പ്രിസംപ്ഷൻ, അതായത് വിചാരിക്കുന്നത് അവൻ നിരപരാധിയാണെന്നാണ്. അപ്പോൾ അവന് നിരപരാധി, അവന് നിയമത്തിൽ ഏതെല്ലാം പഴുത് അവനുണ്ടോ, അനുകൂലമായി എന്തൊക്കെ പഴുതുണ്ടോ അവയെല്ലാം ശക്തിയുക്തമായി കോടതിയിൽ ഉന്നയിക്കുക, കോടതിയിൽ അവന് വേണ്ടി വാദിക്കുക എന്നുള്ളത് അടിസ്ഥാനപരമായിട്ടൊരു അഭിഭാഷകൻ്റെ ധർമ്മമാണ്. ആ ഒരു ധർമ്മം ചെയ്യാൻ ഒരു അഭിഭാഷകൻ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ ബ്രീച്ച് ഓഫ് ഹിസ് കോൺഷ്യൻസ്. സോ ഐ ഡിഡ് മൈ ഡ്യൂട്ടി ടു ദ ബെസ്റ്റ് ഓഫ് മൈ എബിലിറ്റി. അതിൽ എനിക്ക് യാതൊരു മനഃശാഞ്ചല്യമില്ല. ഇറ്റ് ഈസ് മൈ മോറൽസ്. ആ മോറൽസിന് യാതൊരു സാക്രിഫൈസും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ കോടതി എന്താണ് ഇങ്ങനെ പറയുന്നത്? ഈ സംഭവം ഒരു അഭിഭാഷകൻ, എനിക്ക് ചോദിക്കാൻ, താങ്കളുടെ ഡ്യൂട്ടി നിറവേറ്റുമ്പോൾ എപ്പോഴും അത് ഏതൊരു ഡിഫൻസ് ലോയർക്കും പറയേണ്ട കാര്യമാണ്. ഈ സമൂഹ മനസ്സിനെ മരവിപ്പിക്കുന്ന തരത്തിൽ ആണ് ഈ ഇൻസിഡന്റ് എന്ന് കോടതി പറയുമ്പോൾ ഒരു അഭിഭാഷകൻ, താങ്കളുടെ ഡിഫൻസ് എന്താണ് ഇക്കാര്യത്തിൽ? എന്നെ സംബന്ധിച്ചിടത്തോളം ആ പ്രതിയും ഞാനും തമ്മിൽ സംസാരിച്ചതനുസരിച്ച് അത് ഞങ്ങൾ തമ്മിലുള്ള ഒരു പ്രിവിലേജ് കമ്മ്യൂണിക്കേഷനാണ്. വാട്ട് എവർ ഇറ്റ് ഈസ്, ആ കേസിനെ സംബന്ധിച്ചിടത്തോളം പ്രതിക്ക് വേണ്ടി കോടതിയിൽ ഹാജരാകുക, പ്രതിക്ക് വേണ്ടിയിട്ട് നിയമത്തിൽ അവൈലബിൾ ആയിട്ടുള്ള എന്തൊക്കെ ഡിഫൻസസ് ഉണ്ടോ ആ ഡിഫൻസസ് ഒക്കെ കോടതിയുടെ മുമ്പിൽ ഏറ്റവും ശക്തിയുക്തമായിട്ട് അവതരിപ്പിക്കുക. അതാണ് എൻ്റെ ഡ്യൂട്ടി. ആ ഡ്യൂട്ടി ഞാൻ ചെയ്തു. പ്രതി കുറ്റക്കാരനോ ആണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള എനിക്കില്ല. അത് കോടതിയിലായിക്കോട്ടെ. പക്ഷേ താങ്കളുടെ ഡിഫൻസ് വെർഷൻ ഈ നിനോ മാത്യുവിന്റെ കാര്യത്തിലും അനുശാന്തി മറ്റൊരു അഭിഭാഷകനാണ് എങ്കിൽ പോലും രണ്ടുപേരും അക്യൂസ്ഡ് ആണ്. ഏതെങ്കിലും തരത്തിലുള്ള ഈ കുറ്റകൃത്യവുമായി അവർക്ക് ബന്ധമില്ല എന്ന് വിശ്വസിപ്പിക്കാൻ, അല്ലെങ്കിൽ അത് വിശ്വസിപ്പിക്കേണ്ടത് പ്രോസിക്യൂഷനാണ്, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയാണ്. പരാജയപ്പെട്ടിട്ടുണ്ടോ അവരുടെ ഭാഗത്ത്? ഈ സംഭവം നടന്നതല്ലേ? ഏതു തരത്തിൽ താങ്കൾ കാണും? സംഭവം നടന്നോ നടന്നില്ലോ എന്നുള്ളതല്ല ക്വസ്റ്റ്യൻ. ഞാൻ കോടതിയിൽ മെയിനായിട്ട് എടുത്ത ഡിഫൻസ് എന്ന് പറയുന്നത് പ്രോസിക്യൂഷൻ പറയുന്ന രീതിയിൽ ഇത്തരത്തിലൊരു സംഭവം ഇംപ്രോബബിൾ ആണ്. കാരണം പ്രോസിക്യൂഷൻ്റെ അടിസ്ഥാനപരമായ പ്രൊമൈസ് എന്ന് പറയുന്നത് അനുശാന്തിയും അതുപോലെ അക്യൂസ്ഡ് നിനോ മാത്യുവും അവർ രണ്ടുപേരും തമ്മിലുള്ള അവിഹിത ബന്ധം സുഗമമായി തുടർന്നു കൊണ്ടുപോകാനും സ്വന്തമായിട്ട് ജീവിക്കുവാനും വേണ്ടി IT ഫീൽഡിൽ ജോലി ചെയ്യുന്ന രണ്ടുപേർ കൂടി
അനുശാന്തിയുടെ കുഞ്ഞിനെയും അതുപോലെ വീട്ടുകാരെയും വകവരുത്തണം എന്നുള്ള ഒരു കോൺസ്പിറസിയുടെ അടിസ്ഥാനമായിട്ട് നടന്നൊരു കുറ്റകൃത്യമാണെന്ന്. അത് വളരെ ഇംപ്രോബബിൾ ആയിട്ടുള്ളൊരു തിയറിയാണത്. കാരണം അങ്ങനെ ഒരു കൊലപാതകം നടത്തിയിട്ട് അവർക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും? ഇറ്റ് ഈസ് എഗൻസ്റ്റ് ലോജിക്, സ്റ്റുപ്പിഡ് ആയിട്ടുള്ള ഒരു പ്രൊമൈസാണ്. നൗ ദ ജഡ്ജ്മെന്റ് ഈസ് എഗൻസ്റ്റ് ഇറ്റ്. അപ്പോൾ ഒരു ജഡ്ജ്മെന്റിനെ പറ്റി ഒരു പബ്ലിക് ഫോറത്തിനകത്ത് ഞാൻ താങ്കളോട് ചോദിക്കാൻ കാരണം എനിക്കും നിയമത്തിന്റെ ബഹുമാനമുണ്ട്, പക്ഷേ എല്ലാ നിയമത്തിനും ഒരു ചർച്ചയ്ക്ക് അതിൻ്റെതായ വസ്തുതകൾ നാം പരിശോധിക്കണം. എനിക്ക് ആ വെർഡിക്റ്റിന് ശേഷമുള്ള ശാസ്തമംഗലം അജിത്തിന് എനിക്ക് ഇവിടെ ആവശ്യമില്ല. ആ വാദഗതികൾ അവിടെ നടക്കുമ്പോൾ പ്രോസിക്യൂഷനുമുണ്ട്, ഡിഫൻസുമുണ്ട്. താങ്കൾ ഡിഫൻസ് അഡ്വക്കേറ്റ് ആണ് അവിടെ. താങ്കൾ പറയുന്നു പ്രോസിക്യൂഷൻ ഫെയിൽഡ് ആണ്. എന്തൊക്കെ കാര്യങ്ങളാണ് താങ്കൾക്ക് പറയാനുള്ളത്? ഞാൻ താങ്കളോട് ചോദിക്കാൻ കാരണം രണ്ട് സാധാരണ ക്രിമിനൽ മെന്റാലിറ്റിയിലുള്ള പ്രതികളല്ല നിനോ മാത്യുവും അനുശാന്തിയും സാധാരണ ക്രിമിനൽ മെന്റാലിറ്റിയിലോ അത്തരം ആസ്പെക്റ്റിൽ കാണേണ്ട രണ്ട് വ്യക്തികളല്ല. ഞാൻ ഈ സന്ദർഭത്തിൽ അവരെ പ്രതികൾ എന്നുള്ളത് നിയമവശം അവിടെ നിൽക്കട്ടെ. രണ്ട് ഹൈലി എഡ്യൂക്കേറ്റഡ്, ഹൈലി പ്രൊഫഷണൽസ് ആയിട്ടുള്ള രണ്ട് മനുഷ്യർ. ഞാൻ മറ്റുള്ളവരെ വിളിച്ചിരിക്കുന്ന കാര്യവും അതാണ്. എന്തുകൊണ്ട് അത്തരം വ്യക്തികൾ ഇത്തരം കുറ്റകൃത്യത്തിലേക്ക് പോകേണ്ട സാഹചര്യം അവരിലേക്ക് വരുന്നതിന് മുമ്പ് ആ കുറ്റകൃത്യം ബേസ് ചെയ്ത് താങ്കളുടെ ഡിഫൻസ് എന്തായിരുന്നു കോടതി? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വി വിൽ സ്റ്റാർട്ട് ഫ്രം വാട്ട് യു സെഡ്. അതായത് അടിസ്ഥാനപരമായിട്ട് ഇവരെ സംബന്ധിച്ച് ഇപ്പം ഒന്നാം പ്രതി നിനോ മാത്യു, അയാൾ ഒരു മോട്ടോർ ആക്സിഡന്റ് പെറ്റി കേസിൽ പോലും ഈ നാളിതുവരെ പ്രതിയായിട്ടില്ല. അതുപോലെ തന്നെ അനുശാന്തി സെക്കൻഡ് അക്യൂസ്, അവരെ സംബന്ധിച്ചും അങ്ങനെ ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ല. രണ്ടുപേരും ബോത്ത് ഓഫ് ദം ആർ കമ്മിങ് ഫ്രം വെരി ഗുഡ് ഫാമിലി, ഒന്നാം പ്രതിയും രണ്ടാം പ്രതിയും. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു ക്രിമിനൽ ആൻറ്റിസിഡൻസോ ക്രിമിനൽ ഹിസ്റ്ററിയോ അവർ പഠിക്കുന്ന കാലത്തോ അവർ ജോലി ചെയ്യുന്ന കാലത്തോ അവരുടെ കൂടെ ജോലി ചെയ്യുന്നവർ ആരും തന്നെ പറഞ്ഞില്ല. സോ ഓൾ ഓഫ് എ സഡൻ ഒരു സുപ്രഭാതം സൂര്യൻ ഉദിച്ച ഉടനെ ഒരാൾ ക്രിമിനൽ ആകുമോ? ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രോസിക്യൂഷൻ്റെ കേസ്, അതായത് അടിസ്ഥാനപരമായിട്ട് ഇവർ രണ്ടുപേരും കല്യാണം കഴിച്ച് ഈ അഭിഹിത ബന്ധം തുടർന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം അവിടെ പോയി ബാറ്റും അതുപോലെ ചോപ്പറും മറ്റുമൊക്കെ ആയിട്ട് ആമായിട്ട് അവിടെ പോയി മുളക് പൊടിയും മറ്റു സാധനങ്ങളിട്ട് അവിടെ പോയി ഇവരെ രണ്ടുപേരെയും വെട്ടിക്കുന്നു, മറ്റേയാൾ വരാൻ വേണ്ടി കാത്തിരുന്നു, അയാളെയും വെട്ടിക്കുന്നു എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് ഇംപ്രോബബിൾ ആയിട്ടുള്ള തിയറിയാണ്. ദാറ്റ് തിയറി കനോട്ട് ബി ബിലീവ്ഡ്. അതുകൊണ്ട് തന്നെ ആ എവിഡൻസ് അതിന് വേണ്ടിയിട്ട് ആകപ്പാടെ കോടതിയിൽ സാക്ഷി പറയാൻ വേണ്ടി വന്നിരുന്നത് മരിച്ചുപോയ ആ ഓമന എന്ന് പറഞ്ഞ സ്ത്രീയുടെ മകൻ മാത്രമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ആ സാക്ഷിയുടെ തെളിവ് സംശയത്തോടു കൂടി മാത്രമേ കോടതി വീക്ഷിക്കാവൂ എന്ന് പറഞ്ഞു. ആ ഒരു തെളിവ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ there is no other evidence in that case. That was my defense. പക്ഷേ കോടതി പറയുന്നു, എനിക്കതിൽ മനസ്സിലാകേണ്ട ചില കാര്യങ്ങളുമുണ്ട്. 2012 മുതൽ നിനോ മാത്യുവും അനുശാന്തിയും പ്രണയത്തിലായിരുന്നു. തീർച്ചയായും പ്രണയം നിഷേധിക്കപ്പെടേണ്ട കാര്യമാണോ എന്ന് രജിതയും അതിന്റെ മനഃശാസ്ത്രപരമായ കാര്യങ്ങൾ ഡോക്ടറും പറയും, ഡോക്ടർ മോഹൻ റോയും പറയും. താങ്കളോട് എനിക്ക് ചോദിക്കാനുള്ളത്, കോടതി അത് കണ്ടെത്തുന്നു, അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ പറയുന്നു 2012 മുതൽ നിനോയും അനുശാന്തിയും അയച്ചത് 43,000 മെസ്സേജുകളാണ്. ഡിജിറ്റൽ എവിഡൻസ് ആണ് കൊണ്ടുവരുന്നത്. ആ ഡിജിറ്റൽ എവിഡൻസ് കോടതിയിൽ കൊണ്ടുവന്നിരുന്നോ പ്രോസിക്യൂഷൻ? ഈ 43,000 കൊണ്ടുവന്നിരുന്നു. 42ാം സാക്ഷി സൈബർ സെല്ലിൽ ജോലി ചെയ്യുന്ന ഷാജിയെ വിസ്തരിച്ച് 43,000 മെസ്സേജസ് അടങ്ങുന്ന ഒരു ഹാർഡ് കോപ്പി പ്രൊഡ്യൂസ് ചെയ്തു. അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു ഹാർഡ് ഡിസ്കും പ്രൊഡ്യൂസ് ചെയ്തു. അതോടൊപ്പം തന്നെ 43,000 മെസ്സേജസ് മാത്രമല്ല, ഇവർ രണ്ടുപേരും കൂടിയിട്ടുള്ള വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള, അതായത് കോംപ്രമൈസിങ് പൊസിഷനിലുള്ള ഒരുപാട് പടങ്ങളുണ്ടായിരുന്നു. അതിൽ നിന്നും പ്രോസിക്യൂഷൻ ഒരു തിയറി പറഞ്ഞു ഇതൊരു കോൺസ്പിറസിയുടെ ഭാഗമാണെന്ന്. ഞാൻ പറഞ്ഞു 43,000 മെസ്സേജസ് കഴിഞ്ഞ സെപ്റ്റംബർ മാസം മുതൽ ഈ കൊലപാതകം നടക്കുന്നതിന് ഒരാഴ്ചയ്ക്ക് മുമ്പ് വരെ മെസ്സേജസ് പോയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒരു മെസ്സേജ് പോലും ഒരു കോൺസ്പിറസിയിലേക്ക് ലീഡ് ചെയ്യുന്ന ഒരു മെസ്സേജ് പോലും അതിനകത്ത് ഉണ്ടായിരുന്നില്ല. ഇടയ്ക്കും തലയ്ക്കൊക്കെ വന്നിരുന്നു കൗണ്ട് ഡൗൺ, ഒരു ദിവസത്തേക്ക് കൗണ്ട് ഡൗൺ, പിറ്റേ ദിവസം കൗണ്ട്. അത് ഇവർ തമ്മിലൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജാർഖണ്ഡിൻ്റെ ഒരു പ്രോജക്റ്റ് എടുത്തിരുന്നു. ആ പ്രോജക്റ്റിനെ സംബന്ധിച്ചായിരുന്നു കൗണ്ട് ഡൗൺ. ദാറ്റ് വാസ് എക്സ്പ്ലനേഷൻ ഗിവൺ. അല്ലാതെ വാട്സപ്പ് മെസ്സേജിനകത്ത് കോൺസ്പിറസിയെ പറ്റിയോ ഇന്നയാളെ കൊല്ലണമെന്ന് പറഞ്ഞതിനെ പറ്റിയോ അല്ലെങ്കിൽ ഇന്ന രീതിയിലൊരു ജീവിതം നമുക്ക് ഉണ്ടാകണമോ അങ്ങനെ ഒരു ഇൻഡിക്കേഷൻ കൊടുക്കുന്ന ഒരു മെസ്സേജസും അതിനകത്ത് ഉണ്ടായിരുന്നില്ല. ബട്ട് ആക്ച്വലി ഐ അഗ്രി ദ ഫൈൻഡിങ് ഈസ് അഗൈൻസ്റ്റ് മീ. ചോദിച്ചോണ്ട് ഞാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എപ്പോഴും തീർച്ചയായിട്ടും ഏതൊരു വെർഡിക്റ്റും താങ്കൾ അപ്പീൽ പോകും ഈ കാര്യത്തിൽ. ഡെഫിനറ്റ്ലി അങ്ങനെയാണെങ്കിൽ എല്ലാ പ്രതിക്കും ഒരു ക്രിമിനൽ കേസിൽ അങ്ങനെയാണെങ്കിൽ താങ്കൾ അപ്പീൽ പോകുമ്പോൾ ഈ ചർച്ചയ്ക്കും അതിൻ്റെതായ പ്രസക്തി ഉണ്ടാവും. നിങ്ങളുടേതായ പേഴ്സണൽ പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് അവിടെ നിൽക്കട്ടെ. അതോടൊപ്പം അനുശാന്തി പറഞ്ഞത് എന്താണ് പ്രോസിക്യൂഷൻ? താങ്കൾ ഇതൊക്കെ ഇവിടെ ന്യായീകരിക്കും, കോടതിയിലും ന്യായീകരിക്കും. കോടതി അംഗീകരിച്ചിരിക്കുകയാണ്. നിനോ മാത്യുവിന് വ്യക്തമായ ചിത്രങ്ങൾ നൽകി. എപ്പോഴാണ് ഭർത്താവ് വരുന്നത്, ഭർത്താവ് നൽകുന്ന വഴി ഇങ്ങനെ, ഈ തരത്തിലാണ് സമയക്രമങ്ങൾ വീഡിയോ പ്രകാരം അയക്കുകയാണ് അജിത് കുമാർ. നോക്കൂ മിസ്റ്റർ ബാലകൃഷ്ണൻ, ഗീവ് മീ ആൻ ഓപ്പർച്യൂണിറ്റി. ഞാൻ പറയാം, ഈ ചിത്രങ്ങൾ അയച്ചു എന്ന് പറയുന്നത്, കൊലപാതകം നടന്നു എന്ന് പറയുന്നത് 16/4/2014
ഈ ചിത്രങ്ങൾ അയച്ചു എന്ന് പറയുന്നത് 2 തീയതികളിലാണ്. ഒന്ന് 19/1-നും 2 11/1-നും. അങ്ങനെ 2 തീയതികൾ 11/1/2011-ലും 14-ലും 19/1/2014-ലുമുള്ള 2 തീയതികളിലാണ് ഈ ചിത്രം അയച്ചിട്ടുള്ളത്. 19/1/2014 അയച്ച ചിത്രം അവരുടെ വീട്ടിൻ്റെ പുറകുവശത്തുള്ള ഒരു പാത്തിലേക്കുള്ള ഒരു വഴിയാണ്. ആ വഴിയിൽ ആ ചിത്രത്തിൽ ഈ കുട്ടിയും അവരും കൂടെ സംസാരിച്ച് കൊണ്ടുപോകുന്ന ഒരു ചിത്രമാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 1-ാം പ്രതിയും 2-ാം പ്രതിയും തമ്മിലുള്ള വാട്സപ്പ് മെസ്സേജസ് ഉണ്ട്. ആ വാട്സപ്പ് മെസ്സേജിൽ 1-ാം പ്രതി 2-ാം പ്രതിയോട് ചോദിക്കുന്നു, നീ എന്തിനാണ് ഈ ചിത്രങ്ങൾ ഈ പടം എന്നെ അയക്കുന്നത്? നീ ഏത് കാട്ടിലേക്കുള്ള വഴിയാണ്? ഏത് കാട്ടിലേക്കുള്ള വഴിയാണ്? അപ്പോൾ പറയണേ ഇതാണ് നമ്മൾ നടന്നുപോയ വഴി, നമ്മൾ നടന്നു പോകുന്ന വഴി. ഉടനെ കൊച്ചിൻ്റെ സംസാരം കേൾക്കാം. അപ്പോൾ കൊച്ചു പറയുന്നു, ഞാൻ ഇഞ്ചക്ഷൻ എടുക്കാൻ പോയി, അതായത് പോളിയോ വാക്സിൻ എടുക്കാൻ പോയി. അപ്പം ദെൻ അവർ വാട്സപ്പ് മെസ്സേജിൽ പറയുന്നു, കൊച്ചിനെയും കൊണ്ട് ഞാനിന്ന് പോളിയോ വാക്സിൻ എടുക്കാൻ പോയതാണ്. അപ്പോൾ ഇതിൽ നിന്ന് ദ പോയിന്റ് ഈസ് ഈ 19/1/2014 അയച്ചു കൊടുത്ത വാട്സപ്പ് മെസ്സേജ് വഴിയെ സംബന്ധിച്ച് തന്നെ, അത് അവരുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയെ സംബന്ധിച്ച് തന്നെ. പക്ഷേ അതിൻ്റെ അർത്ഥം അത് കൊലപാതകം ചെയ്തിട്ട് അങ്ങനെ പോകണമെന്നുള്ള വഴിയല്ല. ഇറ്റ് ഓൺലി മീൻസ് അവരെവിടെ പോകുന്നു എന്നുള്ളതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാട്സപ്പ് മെസ്സേജ് ഇത് രണ്ടും കൂടെ വായിച്ചു കഴിഞ്ഞാൽ പിക്ചർ ഈസ് ഡിഫറെന്റ്. അതായത് ഒരു ഫ്രണ്ട്ലി മെസ്സേജ് നമുക്ക് ഞാനും നിങ്ങളും തമ്മിൽ നിങ്ങളുടെ വീട്ടിലൊരു ഹൗസ് വാമിംഗ് നടക്കുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ വീട് പുതിയ വീട്, ഓക്കെ മിസ്റ്റർ ബാലകൃഷ്ണൻ ഒന്ന് കാണിക്കൂ. കാണിച്ചു. ഫ്രണ്ട് അതിൻ്റെ 360 ഡിഗ്രി എടുത്തൊന്ന് കാണിക്കും, നോക്കട്ടെ നിങ്ങളുടെ ലിവിംഗ് റൂം എങ്ങനെയുണ്ട്. നാളെ ഒരു കൊലപാതകം ഒരുപക്ഷെ അവിടെ നടന്നേക്കാം, ഞാനതിനകത്ത് പ്രതിയായേക്കാം. ബട്ട് ക്യാൻ യു സേ നിങ്ങൾ ആ പടം അയച്ചത് കൊല്ലാൻ വേണ്ടിയാണെന്ന്? ഹൗ ക്യാൻ യു സേ ദാറ്റ്? അങ്ങനെയാണെങ്കിൽ ഈ പ്രോസിക്യൂഷനും ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിക്കും എന്തിന് ഇങ്ങനൊരു കേസ് ക്രൂക്കഡായി കെട്ടിച്ചമയ്ക്കണം? I have no comments on that. Why? It is not my business to say that. I will not say that. Now there is a judgment against me. I am a lawyer. I have my only option for my client is to file an appeal before the concerned court. താങ്കൾ സംശയിക്കുന്നുണ്ടോ പ്രോസിക്യൂഷൻ ക്രൂക്കഡ് കേസാണ്? No. ഇത് അങ്ങനെ ഒരു കമന്റ് പറയാനായിട്ട് ഒരു അഭിഭാഷകന് യാതൊരു അവകാശവുമില്ല. He cannot say that. He will have to keep his mouth shut. അവൈലബിൾ ആയിട്ടുള്ള നിയമമാർഗത്തിൽ കൂടി മാത്രമേ സംസാരിക്കാൻ അയാൾക്ക് റൈറ്റ് ഉള്ളൂ. I respect that right. അങ്ങനെയാണെങ്കിൽ അപ്പീലിന് പോകുമ്പോഴുള്ള താങ്കളുടെ ഫസ്റ്റ് പ്രയർ എന്തായിരിക്കും? അപ്പീൽ പോകുമ്പോൾ തീർച്ചയായിട്ടും ഐ വിൽ സേ ദാറ്റ് മൈ ക്ലയന്റ് ഈസ് ഇന്നസെന്റ്. ആസ് എനി ലോയർ ഇറ്റ് ഈസ് മൈ ഡ്യൂട്ടി. ഐ വിൽ ഒറ്റവാക്കിൽ പറയാൻ കഴിയില്ലല്ലോ. ഒറ്റവാക്കിൽ പറഞ്ഞാൽ അപ്പീൽ ആവില്ലല്ലോ. അങ്ങനെയല്ല. ഡെഫിനറ്റ്ലി ദീസ് ആർ ദ പോയിന്റ്സ് ദാറ്റ് വിൽ ബി റേസ്ഡ് ഇൻ ദ അപ്പീൽ കോർട്ട്, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. കാരണം ഈ കേസിനകത്ത് വളരെ രസകരമായ ഒരു സിറ്റുവേഷൻ ഉണ്ട്. സി ദർ ഈസ് നോട്ട് ഡയറക്റ്റ് എവിഡൻസ് ഓഫ് മർഡർ. കോടതി അത് അംഗീകരിക്കുന്നുണ്ട്. സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസ് മാത്രമേ ഉള്ളൂ. 12:16 കഴിയുമ്പോൾ 33 സെക്കൻഡിലാണ് ഒരു കോള്, അതായത് മരിച്ചുപോയ ഓമനയുടെ മൊബൈലിൽ നിന്നും 1-ാം സാക്ഷിയായ ലിജേഷിൻ്റെ മൊബൈലിലേക്ക് ഒരു കോൾ വരുന്നത്. ആ കോള് പ്രകാരം ലിജേഷ് അവിടെ വന്നു എന്നാണ് പറയുന്നത്. പക്ഷേ 12:16 കഴിഞ്ഞ് 33 സെക്കൻഡ് ഈ കോൾ വരുന്ന സമയത്ത് അക്കോർഡിംഗ് ടു ദി എവിഡൻസ്, ഇത് എൻ്റെ വെർഷനല്ല, അക്കോർഡിംഗ് ടു ദി എവിഡൻസ് ഓഫ് PW1 അയാൾ പറയുന്നത് അയാൾ ഏകദേശം ഒരു 200-250 മീറ്റർ ദൂരം മാറിയുള്ള ആലങ്കോട് ജംഗ്ഷനിൽ നിൽക്കുകയായിരുന്നു. അവിടെ നിന്ന് ഇവിടെ വരാനായിട്ട് എത്ര സമയം എടുക്കും? നോട്ട് മോർ ദാൻ 10 minutes. ബട്ട് വെൻ ഡിഡ് ഹി കം? 2 കൊലപാതകങ്ങളും കഴിഞ്ഞതിന് ശേഷമാണ് വന്നത്. അത് പ്രോസിക്യൂഷൻ്റെ അഡ്മിറ്റഡ് ഫാക്റ്റാണ്. ഐ സെഡ് ദിസ് ഈസ് എ വെരി ഇംപ്രോബബിൾ തിങ്. കാരണം അയാളുടെ ഭാര്യയുടെ കാമുകൻ, അയാളുടെ ഭാര്യ ഒരാഴ്ചയ്ക്ക് മുമ്പ് അയാൾ മൊബൈലിൽ കണ്ട മെസ്സേജാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഭാര്യയുടെ കാമുകൻ അവിടെ വരുന്നുള്ള വൈ ഡിഡ് ഹി ടേക്ക് ദാറ്റ് ടൈം? വാസ് ദർ ആൻ ഇൻവെസ്റ്റിഗേഷൻ ഓൺ ദാറ്റ് പോയിന്റ്? ഈ പോയിന്റിൽ ഇൻവെസ്റ്റിഗേഷൻ ഇല്ല. വാട്ട് ഈസ് ദ റീസൺ ഫോർ ഹിം ഹാവ് ടേക്കൺ ടു ടൈം? അത് തന്നെയാണ് ഞാൻ കോടതി പറഞ്ഞത്. കോടതിക്ക് ആകപ്പാടെ കോടതിയുടെ ജഡ്ജ്മെൻറ്റ് പറയുന്നുണ്ട്, സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ കണ്ണും കാതുമാണ്. ഇവിടെ കണ്ണും കാതുമായിട്ട് ആകപ്പാടെ ഉള്ളത് PW1 മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തെ പൂർണ്ണമായിട്ട് വിശ്വസിക്കരുതേ. ദാറ്റ് ഈസ് മൈ പ്രയർ. അതിൻ്റെ കാരണം, അതിൻ്റെ വാദമുഖം ഇതാണ്. യെസ്, ഡോക്ടർ ജെയിംസ് വടക്കംചേരി ക്രിമിനൽ ലോയറാണ്. അദ്ദേഹം ഇതൊക്കെ വാദിക്കും, അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയാണ്. നമുക്കൊരു നിയമമുണ്ട്. ആ നിയമത്തിൻ്റെ ഒരു ഫസ്റ്റ് വേർഷനുണ്ട്. അതിൻ്റെ ഒരു ഫേസ് നമ്മൾ കാണുമ്പോൾ, മറിക്കുമ്പോൾ അതിന് മറ്റ് തലങ്ങളും ഉണ്ടാകും. ഈ സന്ദർഭത്തിൽ നിന്നുകൊണ്ട് കോടതിയുടെ വിധി അവിടെ ഇരിക്കട്ടെ, നമ്മളത് അക്സെപ്റ്റ് ചെയ്യുന്നത് അപ്പീലൊക്കെ പോകുമ്പോഴുള്ള കാര്യം. ഇദ്ദേഹം പറയുന്ന അഡ്വക്കേറ്റ് ശാസ്തമംഗലം അജിത്ത് പറയുന്ന കാര്യങ്ങളെ ക്രിമിനോളജിയിൽ ഇത്തരം കാര്യങ്ങളെയും ജഡ്ജിമാർ പരിഗണിക്കാറുണ്ട്. സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് ആയാലും അടക്കം. ആറ്റിങ്ങൽ ഇരട്ട കൊലപാതകം ഇദ്ദേഹത്തിൻ്റെ വെർഷന് അപ്പുറത്ത് എന്തെങ്കിലും താങ്കൾ കാണുന്നുണ്ടോ? എനിക്ക് തോന്നുന്നത്, ഞാൻ ഒരു പ്രൊഫഷണൽ പ്ലാനിങ് എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം ഒരു പ്രൊഫഷണൽ പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻറ്റൻഷൻ, അതിൻ്റെ പ്രിപ്പറേഷൻ, അതിൻ്റെ എക്സിക്യൂഷനൊക്കെ നമ്മൾ നോക്കുമ്പോൾ, ഇപ്പം ഞാൻ ഈ കൊലപാതകം ചെയ്തിട്ട് ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ച് നമ്മുടെ ജയിലുകളിൽ കിടക്കുന്ന 306 പേരെ അവരുമായിട്ട് നടത്തിയ ഒരു പഠനത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്, കേരളത്തിൽ ഇന്ന് ശിക്ഷിച്ച് കിടക്കുന്ന ഈ 306 പേരിൽ 10.45% പേരും
കൊലപാതകം ചെയ്തത് ഈ വൈവാഹിക ജീവിതത്തിലുള്ള വിശ്വാസ്യതയുടെ പ്രശ്നങ്ങളാണ്. അതായത് ഇങ്ങനെയുള്ളതായ അവിഹിത വിവാഹത്തിലുള്ള. അപ്പോൾ അത് ഇതൊരു ഒറ്റപ്പെട്ട കേസാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം 10.45 306 അതിനകത്ത് 35.6% ആളുകൾ ഉപയോഗിച്ചത് ഈ വെട്ടുകത്തിയാണ്. അപ്പോൾ വെട്ടുകത്തി ഉപയോഗിക്കാൻ ഒരു പ്രൊഫഷണൽ കില്ലർക്ക് അയാളെ സംബന്ധിച്ചിടത്തോളം ആ പ്രൊഫഷണൽ കില്ലർ സ്ഥലത്ത് വരുന്നു, ആളെ കൊല്ലുന്നു, ആളറിയാതെ അയാൾ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുന്നു. അങ്ങനെ വരുമ്പോൾ ഇവിടെ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെയുള്ളതായൊരു സംഗതിയല്ല ഇവിടെ ഉണ്ടായത്. പ്രൊഫഷണൽ ഈ വാട്സാപ്പിൽ കൂടിയൊക്കെ വഴിയൊക്കെ പറഞ്ഞു കൊടുത്തെന്നൊക്കെയാണ് നമ്മൾ മാധ്യമങ്ങളിൽ കാണുന്നത്. അങ്ങനെ വഴിയൊക്കെ പറഞ്ഞു കൊടുത്താൽ ഈ IT മേഖലയിൽ ജോലി ചെയ്യുന്നതായ ഈ ആളുകൾക്ക് ഇത് തെളിവായിട്ട് സ്വീകരിക്കാനായിട്ടുള്ള സകല സാധ്യതകളും ഉണ്ട് എന്നറിയാവുന്നവർ പിന്നെ എന്നാ തെളിവുകൂടി ആയിക്കോട്ടെ എന്ന രീതിയിൽ അവർ വാട്സാപ്പിൽ അങ്ങനെ വരുമ്പോൾ ജസ്റ്റ് ഒരു ആർഗ്യുമെന്റ് സേക്കിനാണ്. അങ്ങനെയാണെങ്കിൽ വാട്സാപ്പിൽ കൂടെ അയക്കേണ്ട കാര്യമില്ലല്ലോ. 12 വർഷം, ഐ തിങ്ക് ഇറ്റ് ഈസ് 12 years ഓഫ് റിലേഷൻഷിപ്പ്. 12 വർഷം അവർ ഒരേ ഓഫീസിൽ ജോലി ചെയ്യാണ്, ഒന്നിച്ച് യാത്ര ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ശാസ്ത്രമംഗലം അജിത്തിന്റെ വെർഷന് ചില സാങ്ക്ടീസ് ഉണ്ട്. ഞാൻ പറഞ്ഞത് അവിടെ വരച്ച് അവർക്ക് ഇതാണ് വഴി, ഇതാണ് ഇങ്ങനെയൊക്കെ വരച്ചു കൊടുക്കാനും നേരിട്ട് അവരെ പലതരത്തിലും ബന്ധപ്പെടുന്നവർക്ക് വാട്സാപ്പിൽ കൂടി അയച്ച് തെളിവുണ്ടാക്കി കൊടുക്കേണ്ട കാര്യം എന്താണ്? അപ്പോൾ അതിന് പ്രൊഫഷണൽ മൂന്നാമത് ഉള്ളത്. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ഈ ജഡ്ജ്മെൻറ്റിൽ ഞാൻ കാണുന്നത് വധശിക്ഷ, അത്യപൂർവമായ കൊലപാതകം എന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ എനിക്കതങ്ങോട്ട് എന്ത് സ്കെയിലാണ് ഉപയോഗിച്ചതെന്ന് എനിക്കറിയില്ല അദ്ദേഹം അങ്ങനെ പറയാനായിട്ട് ജഡ്ജ്. പക്ഷേ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് അത്യപൂർവമായ ഒരു കൊലപാതകമാണോ ഇത്? അങ്ങനെയാണെങ്കിൽ തന്നെ വധശിക്ഷ വിധിച്ച ആൾക്ക് 50 ലക്ഷം രൂപയും ശിക്ഷിക്കുമ്പോൾ, അതായത് വെടിവെച്ച് കൊന്ന ആളെ പിന്നെ 2 അടിയും കൊടുക്കും പോലെയാണ്. ഇപ്പൊ അതിനെക്കുറിച്ച് ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ട്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആൾക്ക് ഫൈനും അതിനൊരു അസ്വാഭാവികതയുണ്ട് ജഡ്ജ്മെന്റിൽ. അങ്ങനെയാണെങ്കിൽ നാമൊക്കെ വലിയ വിശാലാർത്ഥത്തിൽ ചർച്ച ചെയ്യുന്ന മൊറാലിറ്റിയുടെ പര്യായമായി ആ ജഡ്ജി തന്നെ ചൂണ്ടിക്കാണിക്കുന്ന തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ശാസ്ത്രമംഗലം അജിത്ത്, അത് ജഡ്ജി വി ഷെർസിയുടെ വിധിന്യായത്തിൽ ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ ശാസ്ത്രമംഗലം അജിത്ത് അപ്പീൽ പോകുമ്പോഴത്തേക്ക് നിനോ മാത്യുവും അനുശാന്തിയും ഈ പറയുന്നതിനപ്പുറത്തേക്ക് രക്ഷപ്പെട്ടു വരാനുള്ള എന്നൊന്നും ഞാൻ പറയുന്നില്ല. അതായത് 50 ലക്ഷം രൂപ ഇയാൾ കൊടുക്കുന്നില്ല, നിന്നെ കൊന്നു കളയും. ശരി, കൊടുത്താലോ എന്തായാലും കൊല്ലും. അപ്പൊ പിന്നെ അപ്പൊ അങ്ങനെ ആകുമ്പോഴേ അതിനകത്ത് വിക്ടിമോളജിക്കലായിട്ടാണ് അദ്ദേഹം. പക്ഷേ വിക്ടിം ജസ്റ്റിസ് ലോസ് ഇന്ത്യയിലില്ല. അതിന്റെ വെളിച്ചം കോടതി എന്ത് കൊടുത്താലും കൊടുക്കാൻ ആളിലേക്ക് എന്ത് ചെയ്യാൻ എവിടെ? അതായത് അങ്ങനെയാണെങ്കിൽ ഞാൻ പറയും, കോടതി ഇപ്പം മൊറാലിറ്റിയുടെ പേരിലും അല്ലെങ്കിൽ സമൂഹത്തിന്റെ സുരക്ഷ, അത് മനസാക്ഷി ഞെട്ടിക്കുക, ഇതൊക്കെ മറക്കാൻ വേണ്ടി ഒരു ജഡ്ജ്മെന്റ് അവിടെ ഉണ്ടാക്കുന്നു. ആ ജഡ്ജ്മെന്റ് തന്നെ പറയുന്നു, ആ ജഡ്ജ്മെന്റ് തന്നെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന ആൾക്ക് 50 ലക്ഷം രൂപ പിഴയുമെന്ന് പറയുമ്പോൾ അത് തന്നെ ജഡ്ജിന്റെ ഫസ്റ്റ് ഹാൻഡ് റീഡിങ്ങിൽ അദ്ദേഹത്തിനും ചില അതിനോടൊന്നും പൊരുത്തപ്പെടാൻ സാധിക്കുന്നില്ല. അത് മാത്രമല്ല, ഒരു പബ്ലിക് വിക്ടിം ഫണ്ട് ഇല്ലെങ്കിൽ ഈ പണം എവിടെ നിന്ന് കൊടുക്കാൻ? ആ ക്വസ്റ്റ്യൻ നിലനിൽക്കുമ്പോൾ മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ സൈക്യാട്രി ഡോക്ടർ മോഹൻ റോയ്, ഇതൊന്നുമല്ല ഇവിടുത്തെ വെർഷൻ. ശാസ്ത്രമംഗലം അജിത്ത് പറഞ്ഞതിൽ നിന്ന് ഡോക്ടർ ജെയിംസ് വടക്കംചേരി കൂട്ടിച്ചേർത്ത് ചില കാര്യങ്ങളുണ്ട്. പ്രൊഫഷണൽ കില്ലിങ്ങിൽ, അങ്ങനെയല്ലേ ഡോക്ടർ ജെയിംസ് വടക്കംചേരി ഉപയോഗിച്ചത്? പ്രൊഫഷണൽ കില്ലിങ്ങിൽ ആപ്റ്റ് ആയിട്ടുള്ള മെഷർമെന്റ്സും എവിഡൻസും അദ്ദേഹത്തിനും കാണാൻ കഴിയുന്നില്ല. ഡോക്ടർ ജെയിംസ് വടക്കംചേരി നമ്മൾ മറ്റൊരു തലത്തിൽ കാണണം, ശാസ്ത്രമംഗലം അജിത്തിന് അപ്പുറത്തേക്ക്. എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ളത്, എത്രയോ ആൾക്കാരെ കാണുന്നുണ്ട്, 2 ടെക്നോക്രാറ്റ്സ്. ശാസ്ത്രമംഗലം അജിത്ത്, ആ വേർഡ് ശരിയാണോ ഈ 2 പ്രതികളുടെയും കാര്യത്തിൽ? യെസ്, 2 ടെക്നോക്രാറ്റ്സിനെ പ്രോസിക്യൂഷനും പോലീസും ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുമ്പോൾ അതിനൊരു മനസ്സുണ്ടാകണം. ഈ 2 പേരുടെയും മനസ്സ്, അദ്ദേഹം പറയുന്നു ഇങ്ങനെ പോകേണ്ടവരല്ല. ആ ഒരു സാമൂഹിക പശ്ചാത്തലം, അവസ്ഥ ഒക്കെ ഇത്തരം ആൾക്കാരെ അതിലേക്ക് തള്ളിവിടാനുള്ള സാധ്യതകൾ എത്രമാത്രമാണ്? മനസ്സിൻ്റെ രൂപത്തിൽ അവിഹിത ബന്ധമാണ് ആരോപിക്കപ്പെടുന്നത്. അവിഹിത ബന്ധമാണെങ്കിൽ കൂടി നേരത്തെ അഡ്വക്കേറ്റ് അജിത് സാർ സൂചിപ്പിച്ചതുപോലെ ഇവർ 2 പേരും വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, കാര്യങ്ങൾ അറിയാവുന്ന, കാര്യഗൗരവമുള്ള ഒരു ടീം ലീഡർ പൊസിഷനിൽ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻറ്റുമായി വർക്ക് ചെയ്യുന്ന 2 പേര് ഇത്തരത്തിലൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഡിജിറ്റൽ എവിഡൻസ് ഉൾപ്പെടെ തെളിവായി സ്വീകരിക്കുമെന്ന് കൃത്യമായി അറിയാവുന്ന 2 പേരെക്കുറിച്ചാണ് നാം സംസാരിക്കുന്നത്. പിന്നെ ഇതിൽ 2-3 കാര്യങ്ങൾ മറ്റു രീതിയിൽ ഒരു മാനസിക വശം ഇതിൻ്റെ പരിശോധിച്ച് കഴിഞ്ഞാൽ 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ 1-ാം പ്രതിയുടെ ഭാര്യ ഒരു അപ്പീൽ കൊടുത്തിരുന്നു, അദ്ദേഹത്തിനെ കൂടി കേൾക്കണമെന്നുള്ളത്. അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഏത് ജഡ്ജ്മെൻറ്റിനും സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ദിശാസൂചികയാണ്. നമ്മുടെ ചർച്ചയും അത് തന്നെയാണ്. ഒരു കുറ്റകൃത്യം നടക്കുന്നു, അത് ശിക്ഷിക്കപ്പെട്ടു എന്ന് കഴിയുമ്പോൾ
സമൂഹത്തിലെ വ്യക്തികൾക്ക് ഇതിൽ നിന്നും ഒരു പാഠം ഉൾക്കൊള്ളണം. ഇതിന് പാഠം ഉൾക്കൊള്ളണമെങ്കിൽ ഈ വ്യക്തിയുടെ മനോനിലയിൽ ഒരു പരിശോധന നടത്തേണ്ടി വരും. എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ തന്നെ പറയുന്നതനുസരിച്ച് ഈ സ്ത്രീ ഇന്ന് വാറണ്ട് ഒപ്പിട്ടപ്പോൾ പോലും അദ്ദേഹം ഒന്ന് പുഞ്ചിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മനോനിലയിൽ, ആ സ്ത്രീയുടെ മനോനിലയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് അത് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടത്? ഇതുപോലെ തന്നെ ലിനോ മാത്യു എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു മാനസികാവസ്ഥയിലേക്ക് പോകാനുള്ള ഏറ്റവും കൂടുതലായി അദ്ദേഹത്തെ സഹായിക്കാൻ, നമ്മെ നിയമവ്യവസ്ഥയും ഒക്കെ സഹായിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. അവരുടെ ഒരു അപേക്ഷ തള്ളിക്കളയുന്നു. അദ്ദേഹത്തെ ആർഗ്യുമെൻറ്റിന് കൊണ്ടുവരുമ്പോൾ, അദ്ദേഹത്തിനെ വിചാരണ ചെയ്യുമ്പോൾ അജിത് സാറിനും ചെയ്യാൻ പറ്റുന്നതാണ് പ്രോസിക്യൂഷനും ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു മാനസിക വശം പരിശോധിക്കുന്നതിൽ പരാജയപ്പെട്ടതിലൂടെ പ്രോസിക്യൂഷൻ യഥാർത്ഥത്തിൽ സമൂഹത്തിൻ്റെ മുന്നിൽ കുറച്ച് പ്രയോജനകരമായേക്കാവുന്ന കാര്യങ്ങൾ മറച്ചുപിടിക്കുകയായിരുന്നു എന്നൊരു സംശയം ഒരു മനോരോഗ ചികിത്സാവിദഗ്ധൻ്റെ ഭാഗത്തു നിന്ന് എനിക്കുണ്ട്. അതായത് ഡോക്ടർ മോഹൻ റോയ് പറയുന്ന ഏറ്റവും വലിയ ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ വാറണ്ട് ഒപ്പിടുമ്പോൾ ചിരിക്കുന്ന അനുശാന്തി. താങ്കൾ അത് നിരീക്ഷിക്കുകയാണ് അല്ലേ? മാധ്യമങ്ങൾ പറയുന്നത് അങ്ങനെയാണ്. നമുക്ക് ഒരു കാര്യം ആലോചിക്കൂ. മാധ്യമങ്ങളുടെ ഇദ്ദേഹത്തോടെ കൂടി ഞാൻ വായിച്ചതാണ്. വനിതാ പോലീസിനോടൊത്ത് അനുശാന്തി ചിരിച്ചും കടിച്ചും ആടിയും പാടിയും പുറത്തേക്ക് ഇറങ്ങുന്ന ആഫ്റ്റർ ജഡ്ജ്മെന്റ് അങ്ങനെയാണ് അവിടെ ഉണ്ടായ. ഞാൻ അങ്ങനെ കണ്ടില്ല. ഞാൻ മാധ്യമത്തിൽ വായിച്ചു, ഫേസ്ബുക്കിൽ ഞാൻ വായിച്ചു. ഞാൻ അങ്ങനെ കാണാത്തൊരു കാര്യം ഞാൻ പറയുന്നില്ല. അങ്ങനെയാണ്. നിനോ മാത്യു, നിങ്ങളുടെ അടുത്തുള്ള, എനിക്ക് രജിതയിലൂടെ പോകേണ്ടതുകൊണ്ട് അദ്ദേഹത്തിനും അത് ഉപകാരപ്പെടും. നിങ്ങൾ തമ്മിലുള്ള ഒരു കോൺവെർസേഷനിൽ എല്ലാം പരസ്യമാക്കാൻ പറ്റില്ല. ഒരു അഭിഭാഷകനും ക്ലയന്റും തമ്മിലുള്ള അതിന്റെ പ്രിവിലേജസ് ഒക്കെ എനിക്കറിയാം. നിനോ മാത്യു എങ്ങനെയാണ് മാനസികമായി? അദ്ദേഹം ഈ വെർഡിക്റ്റിനോട് വളരെ ഹാപ്പിയാണോ? അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് ഈ വേർഡിക്റ്റ് കഴിഞ്ഞതിന് ശേഷം അയാളെ ഞാൻ കണ്ടിരുന്നു. ഞാൻ അയാളെ കോടതിയുടെ ഒന്നാം കോടതിയിൽ നിന്ന് പോകുന്ന വരാന്തയുടെ അപ്പുറത്ത് പുതിയ സെക്യൂരിറ്റി ഗാർഡ് റൂമുണ്ട്. ആ സെക്യൂരിറ്റി ഗാർഡ് റൂമിൽ ഞാൻ അയാളെ പോയി കണ്ടിരുന്നു. ഈ കണ്ടപ്പോൾ അയാൾ മാനസികമായിട്ട് അയാൾ തകർന്നു പോയി. കാരണം അയാളൊരു ഡെത്ത് പെനാൽറ്റി പ്രതീക്ഷിച്ചിരുന്നില്ല. അയാളൊരു ലൈഫ് സെൻറ്റൻസ് പ്രതീക്ഷിച്ചിരുന്നു. അപ്പോൾ അയാൾ മാനസികമായിട്ട് തകർന്നു പോയി. പക്ഷേ അയാൾ വളരെ എഡ്യൂക്കേറ്റഡാണ്. അയാൾ കഴിഞ്ഞ ഒരു 16/4/2014 അയാൾ കസ്റ്റഡിയിലാകുന്നത്. ഇതിപ്പം 2016. കഴിഞ്ഞ 2 വർഷമായിട്ട് അയാൾ ജയിലിൽ തന്നെ കിടക്കുക. അപ്പോൾ അയാൾ ഒരു ജയിൽവാസവുമായിട്ട് അയാൾ കുറച്ച് പൊരുത്തപ്പെട്ടു. ജയിലിലെ ആൾക്കാരും മറ്റ് ജയിലിലെ സിറ്റുവേഷനും മറ്റൊക്കെ അയാൾ പൊരുത്തപ്പെട്ടു. നിയമം എന്താണ്, മറ്റുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. പക്ഷേ അതുകൊണ്ടും അയാൾ എഡ്യൂക്കേറ്റഡ് ആണല്ലോ. അതുകൊണ്ട് അയാൾ ഈ ആകപ്പാടെ തകർന്ന് തരിപ്പണമായെങ്കിലും ഐ വാസ് ട്രൈങ് ടു പുട്ടപ്പ് ഒരു സ്ട്രെങ്ത്. ഞാനിതിലൊന്നും തകർന്നിട്ടില്ല എന്നുള്ള രീതിയിൽ ഒരു കുറ്റകൃത്യം ഡോക്ടർ മോഹൻ റോയ് അദ്ദേഹം പറയുമ്പോൾ ഒരു കുറ്റകൃത്യത്തിന് മുമ്പുള്ള പ്രതിയുടെ മനസ്സും കുറ്റകൃത്യത്തിന് ശേഷം, അതായത് ഈ പോയ ജയിൽ കാലങ്ങളിലുള്ള അവരുടെ മാനസിക നിലയും തമ്മിൽ ഏറ്റവും സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഉള്ള അവസ്ഥ, അതായത് ജയിലിൽ പോകുന്നു, അതിനുശേഷം ഇത്രയും പ്രോസസ്സിൽ കൂടെ പോകുന്നു, സ്വാഭാവികമായിട്ടും കുറ്റബോധം ഉണ്ടാകാം. ആ അതിനു മുമ്പുള്ള ഒരു മാനസിക നില പരിശോധിച്ചതിനെ കുറിച്ചാണെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെയും മെൻ്റൽ ടെസ്റ്റ് ആ ഇൻസിഡൻറ്റ്, അറസ്റ്റിന് ആ കാലത്ത് തന്നെ ഏറ്റവും പ്രാധാന്യം ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും അത് വേണ്ടതാണ്. നാം സൂചിപ്പിച്ചതുപോലെ ഏതൊരു കുറ്റവാളിക്കും, കുറ്റാരോപിതനായ വ്യക്തി എന്നാണ് പറയുന്നത്, പ്രതിയല്ല, അതെ, ഏതൊരു കുറ്റാരോപിതനായ വ്യക്തിക്കും ഇപ്പോൾ സാർ സൂചിപ്പിച്ച പോലെ 2 വർഷം ജയിലിലാവുമ്പോൾ ചെറിയൊരു പരിണാമമൊക്കെ സംഭവിച്ചേക്കാം. പക്ഷേ എന്തുകൊണ്ടാണ് ഈ 2 വ്യക്തികൾ ഈ പറയുന്നതാണ് സത്യമെങ്കിൽ ഇങ്ങനെ ഒരു ഗൂഢാലോചന നടത്തി ഒരു കൊലപാതകത്തിലേക്ക് എത്തിയത് എന്നുള്ളത് അറിയാൻ സമൂഹത്തിന് ഒരവകാശമില്ലേ? അത് സമൂഹത്തിൻ്റെ ഭാവിയിലെ പുരോഗതിക്കുള്ള പല ദിശാസൂചികകളും തരുന്നില്ലേ? അത് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷന് സാറിനെ പോലുള്ളവർക്ക് ഉപകരിക്കില്ലേ? അത് ഞങ്ങൾ മനഃശാസ്ത്രജ്ഞരെ സംബന്ധിച്ചിടത്തോളം പുതിയ കേസ് സ്റ്റഡിയിലേക്ക് അത് ഗുണകരമാവില്ലേ? അങ്ങനെ സമൂഹത്തിന് എല്ലാം പ്രയോജനപ്രദമാകുന്ന ഇത്തരം ഒരു കാര്യം എല്ലാ കൊലപാതക കേസുകളിലും, പ്രത്യേകിച്ച് ഇത്തരം സെൻസേഷണലൈസ് ചെയ്യപ്പെട്ട കൊലപാതക കേസുകളിൽ നടത്തേണ്ടതല്ലേ എന്നുള്ള ചോദ്യങ്ങളാണ് എൻ്റെ മനസ്സിലുള്ളത്. യെസ് രജിത, ഈ പറയുന്നതൊക്കെ വെച്ചിട്ട് സാമൂഹ്യ ദുരന്തം, ഞാൻ കോടതിയുടെ വെർഡിക്റ്റിനെ ബഹുമാനിച്ചുകൊണ്ട് പറയണം, മനസാക്ഷിയെ മരവിപ്പിക്കുന്ന 2 സംഭവങ്ങളിലാണ് 3 പ്രഗത്ഭ വ്യക്തികൾ അവരവരുടേതായ മേഖലകളിലെ അതിപ്രഗത്ഭർ സംശയങ്ങളുടെ മുന ഉന്നയിച്ച് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു ഡോക്ടർ അവസാനം പറഞ്ഞതിനകത്തും തന്നെ തുടങ്ങണം. അതായത് എന്തുകൊണ്ട് എന്നുള്ള ആ ഒരു ചോദ്യം. അത് ഞാൻ ഈ ഒരു ആറ്റിങ്ങൽ കൊലപാതകം മാത്രം ഉദ്ദേശിച്ചല്ല പറയുന്നത്, പൊതുവായിട്ടുള്ള എന്ത് കാര്യങ്ങളും വരുമ്പോഴത്തേക്കിനും എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്നുള്ളൊരു ചോദ്യം നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുന്നു. അത് ഈ പറഞ്ഞ അന്വേഷണ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ, ജഡ്ജ് ഉൾപ്പെടെ, ഇതിനകത്ത് ഇടപെടുന്ന എല്ലാ ആൾക്കാരും ആ ഒരു ചോദ്യത്തിൽ നിന്നാണ് ശരിക്കും ഉത്തരത്തിലേക്ക് എത്തുന്നതെന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ സ്ത്രീകൾ ഉൾപ്പെടുന്ന കേസുകൾ പൊതുവെ ഒരു മൊറാലിറ്റി അതിനകത്ത് എപ്പോഴും കൊണ്ടുവരാറുണ്ട്. ഇപ്പോൾ ഇതിനകത്താണെങ്കിൽ പോലും ജഡ്ജ് ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞത് അമ്മ
മകളെ കൊല്ലാനായിട്ട് കൂട്ടുനിന്നു എന്നൊക്കെയുള്ളൊരു അതൊക്കെ ഒരുമാതിരി എന്താ പറയുക, ഒരു മൊറാലിറ്റിയെ കീപ്പ് ചെയ്യുക എന്നുള്ള തരത്തിലേക്കുള്ളൊരു ഇത് മാത്രമാണ് അതിനകത്ത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ശരിയായിട്ടുള്ള തരത്തിലുള്ള ഒരു അന്വേഷണവും ശരിയായ ഒരു ഈ പറഞ്ഞ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നാൽ ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം പൊതുവേ നമ്മളുടെ നാട്ടിൽ ഈ പറഞ്ഞ ഇലക്ട്രോണിക് മാധ്യമങ്ങളുടെ പിന്നെ സൗകര്യങ്ങൾ കൂടി വരുന്നു. അപ്പോൾ അത് ഈ പറഞ്ഞ എന്താ പറയുക അവിഹിത ബന്ധം അങ്ങനെ തരത്തിലുള്ള കുറേ വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇത് എന്തുകൊണ്ട് ഈ സ്ത്രീകൾ അല്ലെങ്കിൽ പുരുഷന്മാർ ഒരു പ്രായം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ വിവാഹിതരായവരോ അല്ലാത്തവരോ ഒക്കെ ആയിട്ടുള്ളവർ മറ്റു ബന്ധങ്ങൾ അന്വേഷിച്ചു പോകുന്നു എന്നുള്ള ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഈ കേസിൽ ഉൾപ്പെടെ ചോദിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതായത് എനിക്കെപ്പോഴും ഒരു ഇക്കാര്യത്തിൽ വരുന്നത്, ഒരു സ്ത്രീ പ്രതിയാണെങ്കിൽ അവിടെ ഒരു പുരുഷന്റെയും സാന്നിധ്യം ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായി ഇവിടെ വന്ന എവിഡൻസിനെ ഡോക്ടർ ജെയിംസ് വടക്കംചേരിയും അഡ്വക്കേറ്റ് ശാസ്തമംഗലം അജിത്തും ഡോക്ടർ മോഹൻ റോയും സംശയത്തോടെ കാണുമ്പോൾ ഒരു അവിഹിത ബന്ധം കൂട്ടിച്ചേർത്താൽ അതിലേക്ക് ചില മഞ്ഞ നിറങ്ങളും കൊണ്ടുവച്ചാൽ സമൂഹത്തിൻ്റെ ഒരു പൾസ് ഉണ്ടാകും. ലോവർ കോർട്ടുകളുടെ വിധിയിലും അത്തരം സംഭവങ്ങൾ ഉണ്ടാകും എന്ന് സ്വാഭാവികമായും നാം കേൾക്കാറുണ്ട്, ഒരു വിമർശന ബുദ്ധിയാണ്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് കുറ്റവാളികൾ ഉണ്ടാകുന്നു? ഒരു സ്ത്രീയും പുരുഷനും ഒന്നിച്ചു ചേർന്നു കഴിഞ്ഞാൽ അവിടെ അവിഹിത ബന്ധവും അതിൽ ചേർക്കപ്പെടുന്ന തെളിവുകൾക്ക് അവിഹിത ലക്ഷണവും കണ്ടെത്തുന്നതാണോ പ്രോസിക്യൂഷൻ? അതിനപ്പുറം ഡോക്ടർ മോഹൻ റോയ് അടക്കമുള്ളവർ പറയുന്നതിൻ്റെ സാങ്കത്യം തെളിവ് നിയമത്തിൽ എത്രമാത്രം? യെസ്, ആറ്റിങ്ങൽ ഇരട്ടക്കൊലപാതകം മനസാക്ഷിയെ നടുക്കുന്നത് എന്ന് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പറയുകയും ശിക്ഷ വിധിക്കുകയും ചെയ്യുമ്പോൾ രണ്ട് പ്രതികൾ ഇന്ന് കോടതിയിൽ ഉന്നയിച്ച ഏറ്റവും രണ്ട് പ്രധാന വാദഗതികൾ. അഡ്വക്കേറ്റ് ശാസ്തമംഗലം അജിത്ത്, ഇത് ശരിയാണോ? കുഞ്ഞിനെ കൊന്ന അമ്മയെന്ന് തന്നെ ചിത്രീകരിക്കരുതെന്ന അനുശാന്തിയുടെ ആവർത്തിച്ചുള്ള ആവശ്യം പറഞ്ഞു. അതോടൊപ്പം കൂടുതലായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ജഡ്ജി ചോദിച്ചു. അതോടൊപ്പം ഭാര്യയെ വിസ്തരിക്കണമെന്ന നിനോ മാത്യുവിന്റെ ആവശ്യവും രണ്ടിനും പ്രാധാന്യമുണ്ടോ ഈ കേസിൽ? ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തിരുന്നു. ആ പെറ്റീഷൻ കോടതി നിലനിൽക്കുന്നതല്ല എന്ന് കണ്ട് ആ പെറ്റീഷൻ തള്ളി. അങ്ങനെയാണെങ്കിൽ രണ്ട് പ്രതികൾ, ഒരു സ്ത്രീ കോടതിയുടെ മുന്നിൽ നിന്ന് പറയുന്നു കുഞ്ഞിനെ കൊന്ന അമ്മ എന്ന് തന്നെ ചിത്രീകരിക്കരുതെന്ന ആവശ്യം, ജഡ്ജ്മെന്റിൽ അത് രേഖപ്പെടുത്തരുതെന്ന് പറയുന്നു. സ്വന്തം ഭാര്യയെ ഈ കേസിൽ വിസ്തരിക്കണമെന്ന് നിനോ മാത്യു ആവശ്യപ്പെടുമ്പോൾ പ്രോസിക്യൂഷന്റെ നിരാകരണം നാം ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ടോ എന്നുള്ളതിന്റെ പ്രസക്തിക്കും കാര്യമുണ്ട്. സഖി പ്രവർത്തക ജി രജിതയിലേക്ക്, രജിത, അവരിലേക്ക് വരാം, ആ വിഷയങ്ങളിലേക്ക്. അതിനപ്പുറത്തേക്ക് ഒരു സ്ത്രീ നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഒരു ക്രൈം സർക്കംസ്റ്റാൻസസിലേക്ക് പെടുന്നു. അവിടെ ഒരു പുരുഷനും വരികയാണെങ്കിൽ പ്രോസിക്യൂഷനെ കണ്ണടച്ച് വിശ്വസിക്കുക, മന്ത്രി പറയുന്നതെല്ലാം അങ്ങ് വിശ്വസിക്കുക, അതൊന്നുമല്ല ഏതൊരു ചർച്ചയുടെയും കാതൽ. ഒരു സ്ത്രീ വരികയാണെങ്കിൽ, അവിടെ അവിഹിത ബന്ധത്തിന്റെ കാര്യങ്ങൾ വരികയാണെങ്കിൽ, ആ ഒരു സ്ത്രീ പറയുകയാണ് കുഞ്ഞിനെ കൊന്ന അമ്മ എന്ന് ചിത്രീകരിക്കരുതെന്ന് അനുശാന്തി കോടതിയിൽ ആവർത്തിച്ച് പറയുമ്പോൾ ഒരു സ്ത്രീയായ താങ്കളോട്, താങ്കൾ സഖി പ്രവർത്തകയാണ്, താങ്കളോട് ചോദിക്കാനുള്ളത്, ഒരു സ്ത്രീ അങ്ങനെ പറയുന്നതിൽ ഒരു സ്ത്രീത്വത്തിൻ്റെതായ അംശം അത് താങ്കൾ ഏതർത്ഥത്തിൽ കാണും? എനിക്ക് തോന്നുന്നു പൊതുവെ സമൂഹം ഈ പറയുന്ന സ്ത്രീ, അമ്മ എന്നൊക്കെയുള്ളതിന് വളരെയധികം വില കൽപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വളരെയധികം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ആ തരത്തിൽ എന്നെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ, സമൂഹം എന്നെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ എല്ലാ ഡിഗ്നിറ്റിയും പോയി എന്നുള്ള തരത്തിലേക്കുള്ള ഒരു മനോവിചാരത്തിലാണ് അവർ നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ഏറ്റവും അവസാനത്തെ ഇപ്പം കൊന്നു അല്ലെങ്കിൽ കൊലപാതകത്തിന് പങ്കാളിയായി എന്നുള്ള ഒരു ഇതിൽ നിലനിൽക്കെ തന്നെ ഈ തരത്തിൽ സമൂഹം മൊത്തം അവരെ പിന്നെ കുറ്റവാളിയാക്കുന്ന തരത്തിലേക്ക് ഉള്ള ഒരു ഇതിലും കൂടെ പെട്ടുപോകരുത് എന്നുള്ളൊരു വിചാരത്തിൻ്റെ പുറത്താകായിരിക്കാം ഒരു പക്ഷേ അവരങ്ങനെ പറഞ്ഞത്. പക്ഷേ അതിനേക്കാട്ടിലുപരി എനിക്ക് തോന്നുന്നു ഇവർ ഇപ്പം എനിക്ക് തോന്നുന്നു സ്ത്രീകൾ ഉൾപ്പെടുന്ന പല കേസുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിനകത്ത് ഈ സ്ത്രീ മാത്രമല്ല അതിന് മുൻപിട്ട് നിൽക്കുന്നത്, അതിന് പ്രധാനപ്പെട്ട മറ്റ് പല ആൾക്കാരും ഉണ്ടാകാം. ഇപ്പം ഈ ഒരു കേസിനകത്ത് ഈ പറഞ്ഞ നിനോ മാത്യുവിൻ്റെ അല്ലെങ്കിൽ ഒന്നാം പ്രതി എന്ന് കോടതി പറയുന്ന ആ വ്യക്തിയുടെ ഒരു പ്രധാനപ്പെട്ട കൈയുണ്ട്. അപ്പം ഇവരെ എന്തുകൊണ്ട് ഇത്തരത്തിലേക്ക് ഈ തരത്തിലൊരു പിന്നെ പ്രവൃത്തിയിലേക്ക് നീങ്ങി എന്നുള്ളതാണ് ചോദ്യം. അതിനാണ് വളരെ പ്രാധാന്യം കൊടുക്കുക. എന്തുകൊണ്ട് അതിനാണ് വളരെ പ്രാധാന്യം കൊടുക്കേണ്ടതെന്നുള്ളതാണ്. ആ തരത്തിലേക്ക് ഉള്ള ചിന്തകളും ആ തരത്തിലേക്കുള്ള അന്വേഷണങ്ങളും നീണ്ടു കഴിഞ്ഞ് അല്ലെങ്കിൽ ആ രീതിയിൽ വന്നു കഴിഞ്ഞാൽ തന്നെ എനിക്ക് തോന്നുന്നു അത്തരം അന്വേഷണങ്ങൾ ഒരുപക്ഷെ ഈ ചർച്ചയിലെങ്കിലും ഏറ്റവും പ്രസക്തമാകുമോ? തീർച്ചയായിട്ടും. കാരണം രണ്ടു സ്ത്രീകളെ കുറിച്ചാണ് ഞാൻ പരാമർശിച്ചത്. ഒന്ന്, അനുശാന്തി പറയുന്നു കുഞ്ഞിനെ കൊന്ന അമ്മയെന്ന് തന്നെ പറയരുത്. മുൻപ് നമുക്ക് ഇവിടെ ഒരു കേസ് ഇതുപോലെ ഉണ്ടായിരുന്നു, മകളെ കൊന്ന വേറൊരു അമ്മയുടെ കേസും നമ്മൾക്കുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള കേസുകളിലെല്ലാം ഈ പറഞ്ഞ പോലെ സമൂഹത്തിന്റെ ഒരു പിന്നെ എന്താ പറയാ വളരെ രൂക്ഷമായിട്ടുള്ള ഒരു വിമർശനം ഏറ്റുവാങ്ങാനായിട്ടുള്ള കഴിവില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അതിനെ ഭയന്നിട്ടോ ഒക്കെയുള്ള ഒരു പറച്ചിലാണിത്. പക്ഷേ ഇതല്ല യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ
ആൾക്കാർ മുതിർന്ന വ്യക്തികൾ എന്തുകൊണ്ട് മറ്റു ബന്ധങ്ങളിലേക്ക് പോകുന്നു, അതിനുള്ള തടയിടലാണ് ആവശ്യം. അതിനുള്ള മാനസികമായിട്ടുള്ള പിന്തുണയാണ് സമൂഹം കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ 2 സ്ത്രീകൾ പരാമർശിക്കപ്പെടുമ്പോൾ ഭാര്യയെ വിസ്തരിക്കണമെന്ന് നിനോ മാത്യുവും പറയുമ്പോൾ എനിക്ക് എപ്പോഴും ചോദിക്കാനുള്ളത്, ഇത്തരം ഇല്ലീഗൽ റിലേഷൻഷിപ്പ് നാം എപ്പോഴും വളരെ മറ്റൊരർത്ഥത്തിലാണ് അത് ചർച്ച ചെയ്യപ്പെടുന്നത്. അതിനും ഒരു പോസിറ്റീവ് ഉണ്ടാകണം. എന്തുകൊണ്ട് അങ്ങനൊരു ചോദ്യം ചോദിച്ചുകൂടാ? പ്രോസിക്യൂഷൻ പറയുന്നു, ഈ കോടതി വെർഷനിലല്ല ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ട് ഒരു സെക്യൂരിറ്റി, സോഷ്യൽ സെക്യൂരിറ്റി സ്വന്തം ഭർത്താവിൽ നിന്ന് സ്ത്രീക്ക് ഉണ്ടാകുന്നില്ല? അല്ലെങ്കിൽ തിരിച്ചും അത്തരം അവസ്ഥകളെ റിലേഷൻഷിപ്പിലേക്ക് പോകാം, അതിൻ്റെ മറ്റ് ആസ്പെക്റ്റുകൾ മറ്റൊരു തലത്തിലേക്കാണ്. അത്തരം ഒരു സ്ഥിതിവിശേഷം ഈ സമൂഹത്തിൽ ഇപ്പോൾ വർദ്ധിച്ചു വരുന്നുണ്ടോ? അതിനെ ആ അർത്ഥത്തിൽ ഈ 2 മുഖങ്ങളെയും നാം ചേർത്ത് വായിക്കേണ്ടതുണ്ടോ? ഒന്ന് ചുരുക്കി. ഈ ഇല്ലീഗൽ എന്നുള്ള വാക്ക് തന്നെ, അതായത് പ്രായപൂർത്തിയായുള്ള 2 വ്യക്തികൾ എന്നുള്ളതാണ്. അത് ഇല്ലീഗൽ ആകുന്നത് ഈ പറയുന്ന മറ്റൊരു ഭാര്യ നിലനിൽക്കുക അവരുടെ അറിവോ സമ്മതമോ ഇല്ലാതെ മറ്റൊരു വ്യക്തിയുടെ അല്ലെങ്കിൽ മറ്റൊരു സ്ത്രീയുടെ ഒപ്പം പോകുന്നു എന്നുള്ളതാണ് ഈ പ്രശ്നം വരുന്നത്. അങ്ങനെ പോകുന്നത് എന്തുകൊണ്ട്, എവിടെയാണ് 2 വ്യക്തികൾക്കും എവിടെയാണ് കുറവ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ പാളിച്ചകൾ സംഭവിക്കുന്നത്, അത് തുറന്നു പറഞ്ഞ് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനായിട്ടൊക്കെ ഉള്ളൊരു സാഹചര്യം നമ്മുടെ ഫാമിലിയിലും ഇല്ല, സമൂഹത്തിലും ഇല്ല, എങ്ങുമില്ല. ഇതാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ആ പ്രശ്നങ്ങളെ മറികടക്കാനായിട്ടുള്ളതാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ്. സമൂഹം അതിനു വേണ്ടിയിട്ടാണ് സഹായം നൽകേണ്ടതെന്നുള്ളതാണ്. ഡോക്ടർ മോഹൻ റോയ്, ജി രജിത പറഞ്ഞു നിർത്തുന്ന കാര്യം, നാം ഇപ്പോൾ നേരത്തെ നമ്മൾ 2 ആസ്പെക്റ്റാണ് നമ്മുടെ ഈ ചർച്ചയിൽ വന്നത്. ഒന്ന്, അവിടുത്തെ ക്രിമിനൽ ആസ്പെക്ട്സ് അവിടെ നിൽക്കട്ടെ, അതോടൊപ്പം സൈക്കോളജിക്കൽ ആസ്പെക്ട്സിൽ സോഷ്യൽ മെൻറ്റാലിറ്റിക്ക് രജിത പറയുന്നതനുസരിച്ച് വളരെ പ്രാമുഖ്യമുണ്ട്. മെഡിക്കൽ കോളേജിൻ്റെ അസിസ്റ്റന്റ് പ്രൊഫസറാണ് സൈക്കാട്രി വിഭാഗം താങ്കൾ. ഇത്തരം കാര്യങ്ങൾ, ഈ പശ്ചാത്തലങ്ങളൊക്കെ നാം പരിശോധിക്കുമ്പോൾ കേരളത്തിൻ്റെ സാമൂഹ്യ അവസ്ഥയിൽ സുരക്ഷിതത്വ ബോധമില്ലാത്ത സ്ത്രീകൾ വളരുന്നുണ്ടോ? അവരുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ് കാരണം? അത് ഇത്തരം ക്രിമിനൽ ആക്ടിവിറ്റീസിന് പ്രേരണയാകുന്ന ഘടകങ്ങളായി നിലനിൽക്കുന്നുണ്ടോ? സുരക്ഷിതത്വ ബോധമില്ലാത്ത സ്ത്രീകൾ സമൂഹത്തിൽ മാത്രമല്ല വീടുകളിൽ തന്നെ കൂടുന്നുണ്ട്. വളരെ അടുത്ത കാലത്ത് വിദേശ രാജ്യത്ത് നടത്തിയ ഒരു കാണിക്കുന്നത് ആ രാജ്യത്ത് സെക്ഷൽ ആക്ടിവിറ്റി കൂടുന്നുണ്ട്, പക്ഷേ വിവാഹത്തിലുള്ള സെക്ഷൽ ആക്ടിവിറ്റി കുറയുകയാണ്. സമാന പഠനങ്ങൾ ഇന്ത്യയിലും ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് പരിശോധിക്കണം. പണ്ട് നമുക്കറിയാം, നമ്മളൊരു പുരുഷ കേന്ദ്രീകൃത സമൂഹത്തിൽ പുരുഷന്മാർ മാത്രമായി ജോലി ചെയ്യുകയും സ്ത്രീകൾ വീട്ടിൽ ഉണ്ടാവുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും പുരുഷന്മാർക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ സംഭവിച്ചത് സ്ത്രീകൾ സ്വാഭാവികമായും വീടിൻ്റെ പുറത്തേക്ക് പോകാൻ തുടങ്ങി. നോക്കൂ, അങ്ങനെ പോകുന്നത് കൊണ്ട് ഇത് ഉണ്ടാകുന്നു എന്നല്ല നാം പറയുന്നത്. അങ്ങനെ വരുമ്പോൾ കുടുംബ ബന്ധങ്ങളുടെ ഒരു കെട്ടുറപ്പിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഒരു വ്യക്തി രാവിലെ എഴുന്നേറ്റ് രാവിലെയുള്ള തിരക്കുകളുമെല്ലാം കഴിഞ്ഞിട്ടാണ് ഓഫീസിലേക്ക് പോകുന്നത്. ഓഫീസിൽ ജോലിയുടെ ഇടയിൽ പോലും അവർക്കൊരു ഫ്രീ ടൈം കിട്ടാനുള്ളൊരു സാധ്യത ഉണ്ടാവാം. അത് കഴിഞ്ഞ് വീട്ടിലെത്തിയാലും വീട്ടിലെ ഒരു തിരക്കുണ്ട്, അവിടെ ഭർത്താവിൻ്റെ ഒരു സാമീപ്യമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കണം. അപ്പോൾ ഇത്തരത്തിൽ വരുമ്പോൾ ഇതൊന്നും സ്വാഭാവികമായിട്ടുള്ള ബന്ധങ്ങളിലേക്ക്, അസ്വാഭാവിക ബന്ധങ്ങളിലേക്ക് വഴി തെളിക്കുമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള കൂടുതൽ സോഷ്യലൈസേഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങൾക്കുള്ള സാധ്യത വർദ്ധിക്കുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതോടൊപ്പം തന്നെ ടെക്നോളജിയുടെ ഒരു പ്രശ്നമുണ്ട്. നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ മൊബൈലുകളും മറ്റുമൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇതിൽ എന്ത് കണ്ടൻറ്റും നമുക്ക് ലഭ്യമാകാനുള്ളൊരു സാധ്യതയുണ്ട്. എന്ത് കണ്ടൻറ്റാണ് ഒരു വ്യക്തി മൊബൈലിൽ സ്വീകരിക്കുന്നത് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ ആശ്രയിച്ചിരിക്കും. ഈ വ്യക്തിത്വമാണ് പഠന വിധേയമാക്കേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ ചർച്ചയിൽ നിന്ന് തന്നെ വന്നിരിക്കുന്ന ഒരു പോയിന്റ്. അതായത് ഇത്തരത്തിലുള്ള 2 വ്യക്തികൾക്ക് ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ ആ പ്രശ്നത്തിൻ്റെ ഒരു ഭാഗമാണോ ഇത്തരം കാര്യങ്ങളിലേക്ക് നയിക്കുന്നത് എന്നുള്ളത് സമൂഹത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിന് ചില സൂചകങ്ങൾ കിട്ടുന്നതിൽ വളരെ സഹായിക്കുമായിരുന്നു. അത്തരത്തിലുള്ള സൂചകങ്ങൾ കിട്ടുന്നതിൽ അല്ലെങ്കിൽ ശേഖരിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു പോയില്ലേ എന്നൊരു സംശയമാണ്. അത്തരത്തിൽ സംശയം നിലനിൽക്കുമ്പോൾ അഡ്വക്കേറ്റ് ശാസ്തമംഗലം അജിത്തും ഡോക്ടർ ജെയിംസ് വടക്കംചേരിയും, ശാസ്തമംഗലം അജിത്ത്, ആ ചർച്ചയുടെ ഒരു ഇടവേളയ്ക്ക് പോയതിനു ശേഷമാണ് ആ വിഷയത്തിലേക്ക് വരേണ്ടത്. ഈ ക്രിമിനൽ സർക്കംസ്റ്റാൻസ്, ആ സൈറ്റ് സീൻ എത്രമാത്രം പ്രാധാന്യമായിരുന്നു ഈ കേസിലെന്നുള്ളത്. 2 പേരെ കൊല്ലുകയാണ്, 2 ഏറ്റവും മിടുക്കരായിട്ടുള്ള ടെക്നോക്രാറ്റ്സ്. അവരെ കൊലയാളികൾ എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരാളെ കൊല്ലുന്നു, കാത്തിരിക്കുന്നു. താങ്കൾ ആ സൈറ്റിൽ ഒരു ക്രിമിനൽ അഭിഭാഷകൻ എപ്പോഴും പോകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവിടുത്തെ വീടുകളുടെ അവസ്ഥ, ഇത് ഈ കൊലപാതകം നടക്കുമ്പോൾ AC റൂമാണോ, ഈ വിളിയൊന്നും പുറത്തു കേട്ടില്ലേ, അത്തരത്തിലുള്ള എന്തൊക്കെയോ ചില മിസ്ലീഡിങ്സ് ഇത്തരം അവസ്ഥകളിലുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിനോ മാത്യുവും അനുശാന്തിയും തങ്ങൾ പ്രതികളല്ല എന്ന് പറയുമ്പോൾ ഡോക്ടർ മോഹൻ റോയും ജി രജിതയും അവരുടെ മാനസിക നില പരിശോധിക്കേണ്ടിയിരുന്നു. കുറ്റകൃത്യത്തിന് അറസ്റ്റിന് തൊട്ടടുപ്പിച്ചും അതിനുശേഷവും. അങ്ങനെയാണെങ്കിൽ ആ സ്ഥിതി കണക്കുകൾ പോകുമ്പോൾ
ആറ്റിങ്ങൽ കൊലപാതകം തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിയും ചേർക്കുമ്പോൾ മനുഷ്യത്വം അത് നിയമത്തിന്റെ കണികകളിൽ എവിടെയാണ് കൂട്ടിച്ചേർക്കേണ്ടത്? ആറ്റിങ്ങൽ ഇരട്ടക്കൊലക്കേസിൻ വിധിയുടെ പശ്ചാത്തലത്തിൽ ഡോക്ടർ ജെയിംസ് വടക്കംചേരിയിലേക്ക് വരുന്നതിന് മുമ്പ് അഡ്വക്കേറ്റ് ശാസ്തമംഗലം അജിത്ത്, നേരത്തെ ജി രജിതയും ഡോക്ടർ മോഹൻ റോയിയും ചേർത്ത് വയ്ക്കുന്നത് മാനസികമായ പല തലങ്ങളുമാണ്. പക്ഷേ ഇവിടെ ആ മാനസിക തലങ്ങൾ എടുക്കുമ്പോൾ നിനോ മാത്യുവിൻ്റെയും അനുശാന്തിയുടെയും അനുശാന്തി പ്രോസിക്യൂഷൻ വേർഷൻ അനുസരിച്ച് മകൾ മരിച്ചു എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം വീട്ടിലേക്ക് വരുന്നു. അത് ശരിയാണോ? അങ്ങനെ ഒരു വെർഷൻ പ്രോസിക്യൂഷൻ ഉണ്ടായിരുന്നു? പ്രോസിക്യൂഷൻ അങ്ങനെ വെർഷൻ ഉണ്ടായിരുന്നു. മകൾ മരിച്ചതിന് ഉറപ്പുവരുത്തിയതിന് ശേഷം അത്തരം കാര്യങ്ങൾ വരുന്നു എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഈ രണ്ടുപേരെ കൊല്ലുന്നു, പതിയിരിക്കുന്നു, അതിനുവേണ്ടിയുള്ള ഒരു അക്രമ സ്വഭാവം കാണിക്കുന്നു. ഈ അവരുടെ വീടും പരിസരവും ഒക്കെ ഇതൊന്നും അറിയാത്തത്ര ഏതോ ഒറ്റപ്പെട്ട സ്ഥലത്താണോ? അല്ല, ഇത് ആലങ്കോട് ജംഗ്ഷനിൽ, ആലങ്കോട് നിന്ന് അവിക്സ് ജംഗ്ഷൻ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിക്സ് ജംഗ്ഷനിൽ നിന്ന് വളരെ അടുത്താണ് ഈ വീട്. തൊട്ടടുത്ത് ഒരുപാട് വീട്ടുകാരുണ്ട്. തൊട്ടടുത്ത് ഏകദേശം ഈ വീടിനോട് ചേർന്നൊരു മതിലുള്ള ഒരു വീടുണ്ട്. അതൊക്കെ പ്രോസിക്യൂഷൻ്റെ സീൻ മേഴ്സറിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ആൾക്കാരുള്ള സ്ഥലമാണത്. അപ്പം ഈ ചോദിച്ചത് തന്നെയാണ് മിസ്റ്റർ ബാലകൃഷ്ണൻ. അപ്പോൾ ഇതിനകത്ത് ഇയാൾ രണ്ടുപേരെ വെട്ടിക്കൊന്ന സമയത്തും ആരും ശബ്ദം കേൾക്കുകയോ എന്തെങ്കിലും ബഹളം കേൾക്കുകയോ ചെയ്തതായിട്ട് ഒരു വിസ്പർ പോലും ഇല്ല, വിറ്റ്നസ്സും ഇല്ല. അപ്പം പ്രോസിക്യൂഷൻ്റെ കോടതിയിൽ തെളിയിക്കപ്പെട്ട കാര്യമാണ് പറയണേ, ഞാൻ എൻ്റെ കാര്യമല്ല പറയണത്. അപ്പോൾ പ്രോസിക്യൂഷൻ തെളിയിക്കപ്പെട്ട തെളിവെന്ന് പറയുന്നത് ഇദ്ദേഹം അവിടെ വന്നു, കതക് തള്ളി, ഇദ്ദേഹം അവിടെ നിന്ന് മുൻവശം വന്ന് നോക്കിയപ്പോൾ കതക് പൂട്ടിയിരിക്കുന്നു. കതക് തുറന്നിട്ടില്ല. കതക് അത് മകളെ വിളിച്ചു. അതിനുശേഷം പുറകുവശത്ത് പോയി നോക്കി, അവിടെയും തുറന്നില്ല. ദെൻ ഹീ കെയിം ടു ദ ഫ്രണ്ട്. തള്ളി തുറന്ന് അകത്ത് കയറിയപ്പോഴത്തേക്ക് ഇദ്ദേഹം വെട്ടിയിട്ട് ഓടിപ്പോയി, മതിലിയാടി ഓടിപ്പോയി എന്നുള്ളതാണ് കേസ്. അപ്പോൾ ഈ വെട്ട് കൊണ്ടതിന് ശേഷം ഇദ്ദേഹം അവിടെ നിന്ന് വിളിക്കുമ്പോഴാണ് തൊട്ടടുത്ത താമസക്കാരനായിട്ടുള്ള ഒരു നെയ്ബർ അവിടെ വരുന്നത്. അപ്പോൾ ആ സമയത്താണ് ആ നെയ്ബർ ആദ്യമായിട്ട് ആ വീട്ടിൽ നിന്ന് ഒരൊച്ച കേൾക്കുന്നത്. അതായത് അതിന് തൊട്ട് മുമ്പ്. അതിനുശേഷം ഇവർ രണ്ടുപേരും കൂടെ അകത്ത് കയറി നോക്കിയപ്പോഴാണ് തേസെ ഈ ഓമനയും ഈ കുട്ടിയും മരിച്ചു കിടക്കുന്നതായിട്ട്, അതായത് വെട്ടേറ്റ് മരിച്ചു കിടക്കുന്നതായിട്ട് കണ്ടതായിട്ട് പറയുന്നത്. അതായത് ഒരുപാട് ദുരൂഹതകളുണ്ട് അതിന്റെ ദുരൂഹതകൾക്ക് അപ്പുറത്തേക്ക് ചില ഫാക്ട് നമ്മൾ മനസ്സിലാക്കണം ഏതൊരു ചർച്ചയിലും, പ്രത്യേകിച്ച് ക്രിമിനൽ കേസുകളാകുമ്പോൾ. ലിജീഷിനാണ് വെട്ടേറ്റത്. ലിജീഷിന്റെ വിളി അയൽവാസി കേട്ടിട്ടാണ് ക്രൈമിനെ കുറിച്ച് പബ്ലിക് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ ലിനോ മാത്യു മുൻപും രണ്ടുപേരെ വെട്ടിയെങ്കിൽ, പ്രത്യേകിച്ചൊരു കുഞ്ഞുമാണ്, ഇതേ ശബ്ദം, പ്രജീഷിന്റെ ശബ്ദം ആ ലൊക്കാലിറ്റിയിലുള്ളവർ കേട്ടിരിക്കണം. തീർച്ചയായിട്ടും. അത് അങ്ങനെ കേട്ടതായിട്ട് പോലീസിനൊരു കേസില്ല. അത് കോടതിയിലുള്ള കേസാണ് പറയുന്നത്. ഞാൻ എൻ്റെ കയ്യിൽ നിന്നിട്ട് പറയുകയല്ല. ഞാൻ പറയുന്നത് ഈ പോലീസ് അവിടെ തെളിയിക്കപ്പെട്ട കേസിൻ്റെ ഭാഗമായിട്ടാണ് പറയുന്നത്. അതായത് ഈ മരിച്ചുപോയ ഓമനയും അതുപോലെ ഈ കുഞ്ഞും ഇതുപോലെ വെട്ടേറ്റാണല്ലോ മരിച്ചത്. അപ്പോൾ ആ മരിച്ചതിനെ സംബന്ധിച്ച് അവർക്ക് അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു പ്രത്യേകമായ ഒരു സംഭവം അവിടെ നടന്നതായിട്ട് അവിടെ കൂടിയ ഒരു സാക്ഷിയും ക്രോസ് വിസ്താരത്തിൽ പറഞ്ഞില്ല. അവരോട് പ്രത്യേകമായിട്ട് എടുത്ത് ചോദിച്ചു, നിങ്ങൾ എന്തെങ്കിലും ശബ്ദം കേട്ടോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ളത്, ചിലപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ മരണങ്ങളും നടക്കുമ്പോൾ ഒറ്റവെട്ട് കാരണം കഴിഞ്ഞു, അങ്ങനെയുള്ള മരണ സ്വഭാവം മൂൺ സർട്ടിഫിക്കറ്റ് അടക്കം പ്രൂവ് ചെയ്യുന്നുണ്ടോ? അങ്ങനെയല്ല. മെഡിക്കൽ കോളേജിൽ ഡോക്ടർ മോഹൻ്റെ സുഹൃത്തായിട്ടുള്ള 2 ഡെയിലി ഡോക്ടേഴ്സാണ് വന്ന് ഇത് പോസ്റ്റ്മോർട്ടം ചെയ്തത്. അപ്പോൾ അവരുടെ പോസ്റ്റ്മോർട്ടത്തിൽ തന്നെ ഒന്നിലധികം ഇഞ്ചുറി 2 ബോഡീസിലും ഉണ്ട്. അതായത് അമ്മയുടെ ബോഡിയിലും ഉണ്ട്, അതേപോലെ ഈ കുഞ്ഞിൻ്റെ ബോഡിയിൽ ഒന്നിലധികം ഇഞ്ചുറീസ് ഉണ്ട്. അതിൽ ഒന്നിലധികം ഇഞ്ചുറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുഞ്ഞിൻ്റെ ബോഡിയിൽ 4 ഇൻഫ്ലിക്ഷൻസ് ഉണ്ട്, 4 വെട്ടുണ്ട്. പിന്നെ തലയിൽ ഒരു കൺഡ്യൂഷനുണ്ട്. അതുപോലെ അമ്മയുടെ ശരീരത്തിലും അതുപോലെ ഒന്നിലധികം ഇൻഫ്ലിക്ഷൻസും ഉണ്ട്. ഈവൻ തലയിലും ഒരു ഇഞ്ചുറി ഉണ്ട്. അപ്പം ഇതുപോലെ ഒരു വെട്ടല്ല. അങ്ങനെയാണെങ്കിൽ മൂടിക്കെട്ടി വെട്ടിക്കൂടെ? അങ്ങനെ ഒരു കേസ് പോലീസിനില്ല. സ്വാഭാവികമായിട്ടും ലിജീഷിനെ വെട്ടാൻ ശ്രമിച്ചു, ലിജീഷിനെ വിളി കേട്ട് സമീപവാസികൾ വന്നുവെങ്കിൽ മറ്റ് 2 കൊലപാതകങ്ങൾ, പ്രത്യേകിച്ച് ഒരു കുട്ടിയുടെ അടക്കം നടക്കുമ്പോൾ ഇതേ പോസിബിലിറ്റി അവിടെ ഉണ്ടാകാം. അതാണ് ബാലകൃഷ്ണൻ ലീഡ് ചെയ്യുന്ന പോയിന്റ്. അതാണ് എനിക്ക് മനസ്സിലായത്. ആ ഒരു ഭാഗത്തേക്ക് അങ്ങനെ കേട്ടതായിട്ടോ അങ്ങനെ ആരെങ്കിലും പറഞ്ഞതായിട്ടോ അങ്ങനെ ഒരു ശബ്ദം ഉണ്ടായതായിട്ടോ ഒരു സാക്ഷിയും പറഞ്ഞില്ല. സത്യമാണ്. അങ്ങനെയാണെങ്കിൽ അത് പ്രൂവ് ചെയ്യേണ്ട ബാധ്യത പ്രോസിക്യൂഷനുമുണ്ട് ആ ഒരു ഭാഗത്ത്. അതുപോലെ തന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്, ഈ കേസിനകത്ത് പോലീസ് വരുമ്പോഴത്തേക്ക് സീൻ മഹസർ പ്രകാരം, അതായത് കൃത്യസ്ഥല മഹസർ പ്രകാരം അവിടെ നിന്നും കയറിയ എൻട്രൻസിൻ്റെ അവിടെ തന്നെ മുളക് പൊടി ഉണ്ടായിരുന്നു. മുളക് പൊടി വെതറിയിരുന്നു. അതുപോലെ തന്നെ മുളക് പൊടിയുടെ ഒരു പാക്കറ്റ് വാസ് ഓൾസോ സീൻ ദെയർ. പക്ഷേ ഈ ഓമന എന്ന് പറഞ്ഞ ഈ സ്ത്രീയുടെ ശരീരത്തിൽ മുളക് പൊടിയുടെ അംശം ഉണ്ടായിരുന്നില്ല.
അതുപോലെ ഈ കുഞ്ഞിൻ്റെ ശരീരത്തിൽ മുളക് പൊടിയുടെ അംശം ഉണ്ടായിരുന്നില്ല. കൊല നടന്നു എന്ന് പറയുന്നത് അടുക്കളയിലാണ് ഈ ബോഡീസ് കിടന്നിരുന്നത്. അടുക്കളയിലും മുളക് പൊടിയുടെ അംശം ഉണ്ടായിരുന്നില്ല. ലിജേഷിൻ്റെ ശരീരത്തിൽ മുളക് പൊടി വിതറിയതായിട്ട് അയാൾ പറയുന്നില്ല, അദ്ദേഹത്തിന് കേസില്ല. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ മുളക് പൊടി ഉണ്ടായിരുന്നതായിട്ടോ അതിൻ്റെ എന്തെങ്കിലും അംശങ്ങൾ ഉണ്ടായിരുന്നതായിട്ടോ അദ്ദേഹത്തിന് വെട്ടേറ്റു എന്ന് പറഞ്ഞ് പരിശോധനയ്ക്ക് പോയത് ആദ്യമായിട്ട് അദ്ദേഹത്തെ പരിശോധിക്കുന്നത് 16-ാം തീയതി കൊല നടന്ന ദിവസം 1:45 മണിക്കാണ്. 1:45 മണിക്ക് അദ്ദേഹത്തെ പരിശോധിക്കുന്ന ഡോക്ടറും പറഞ്ഞില്ല. അവിടെ പിന്നെ ഈ സാക്ഷികൾ ആരും തന്നെ അവർ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ മുളക് പൊടി ഉണ്ടായിരുന്നതായിട്ട് കോടതിയിൽ പറഞ്ഞില്ല. ഞാൻ പറയുന്നത് പിന്നീട് മഹസർ എഴുതുന്നത് വൈകുന്നേരം 5:45 മണിക്കാണ്. 5:45 മണിക്ക് അവിടെ മുളക് പൊടി ഉള്ളതായിട്ട് പറയുന്നുണ്ട്. ബട്ട് നോട്ട് ബിഫോർ ദാറ്റ്. ഡോക്ടർ ജെയിംസ് വടക്കംചേരി, എത്രയോ പഠനങ്ങൾ താങ്കൾ നടത്തിയിട്ടുണ്ട്, കുറ്റവാളികളുടേതടക്കം. അടുക്കൽ ശാസ്ത്രം അദ്ദേഹത്തെ നമുക്ക് വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹം അഭിഭാഷകനാണ്, ആ റെസ്പെക്റ്റ് ഒക്കെ നമ്മൾ കൊടുക്കുമ്പോഴും അദ്ദേഹത്തിന്റെ വാദഗതികളെ പൂർണ്ണമായും നിരാകരിച്ചുകൊണ്ടാണ് താങ്കളോടുള്ള ചോദ്യം. അദ്ദേഹത്തിന്റെ അടുത്ത് ആ ചോദ്യം പ്രേക്ഷകർ അറിയട്ടെ, എന്താണ് അവരുടേതായ രീതികൾ. അടുക്കൽ ശാസ്ത്രമംഗലം അജിത്ത് ഇത് പറയുമ്പോൾ, ഈ പഠനമൊക്കെ നടത്തുമ്പോൾ ഈ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇതൊക്കെ പഴുതടച്ച് പഠനം നടത്തേണ്ടതില്ലേ? നേരത്തെ ഡോക്ടർ മോഹൻ റായ് പറയുന്നതാണെങ്കിൽ അവരെ മാനസിക നില പരിശോധിക്കേണ്ട ആവശ്യവും അതും വീഴ്ച വരുത്തുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഇത്തരം ക്രൈമുകളെ ബോധപൂർവം പ്രോസിക്യൂഷൻ കെട്ടുകഥകൾ നിർമ്മിക്കാറുണ്ടോ? അങ്ങനെ നിർമ്മിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനത്തെ കേസുകൾ ലോവർ കോടതിയിൽ വരാറുണ്ടോ? ഇന്നത്തെ കോടതിയുടെ വിധി അനുസരിച്ച് അന്വേഷിച്ചതായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വളരെയധികം പ്രകീർത്തിച്ചിട്ടാണ് കോടതികൾ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞതുപോലെ എനിക്കിപ്പോൾ അവിടെ ഉണ്ടായ തെളിവുകൾ എന്തൊക്കെയാണ് പറയുന്നതിൽ നിന്നുള്ള താങ്കളുടെ അനുമാനം പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ അതാണ് താങ്കളുടെ പ്രസക്തി. അപ്പോൾ ഈ പഠനങ്ങൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കൺകോക്ഷൻ ഓഫ് എവിഡൻസ്, അതായത് തെളിവുകളൊക്കെ കളവായിട്ട് സൃഷ്ടിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ പല പഠനങ്ങളിലും തെളിയിക്കപ്പെട്ടിട്ടുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ കേസിൽ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അങ്ങനെ പ്രഷർ പ്രത്യേകിച്ച് ഞാൻ ചോദിക്കാൻ കാരണം, ഒരു ലോക്കൽ അറ്റ്മോസ്ഫിയറിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നാം എപ്പോഴും മൊറാലിറ്റി ആൻഡ് ആ ആസ്പെക്റ്റിൽ പബ്ലിക്കിന്റെ ഒപ്പീനിയൻ രൂപപ്പെടും. അവിടെ ഏതൊരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസീസിനും ആ കാര്യങ്ങളെ കൊണ്ടെത്തിക്കുക അവർക്കൊരു പ്രഷറായി വരും. ശാസ്ത്രമംഗലം അജിത്ത് ഇത് പറയുമ്പോൾ ഇത്തരം സംഭവഗതികൾ താങ്കളുടെ പഠനത്തിൽ മുൻപ് എത്രയധികം ഉണ്ടായിട്ടുണ്ടോ? അതാണ് അതിന്റെ ആസ്പെക്ട്. ഞാൻ പഠിച്ചേക്കുന്ന പല പഠനങ്ങളിലും കാണിക്കുന്നത് എന്ന് വെച്ചാൽ കള്ള തെളിവുകൾ ഉണ്ടാക്കുക, കള്ള സാക്ഷികളെ ഉണ്ടാക്കുക, കള്ള ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോലീസ് ഇൻവെസ്റ്റിഗേഷനിൽ നടക്കുന്നതായിട്ട് നമുക്ക് പഠനങ്ങളുണ്ട്. എനിക്ക് ഒരു കാര്യം പറയാനായിട്ട് എന്നെ അനുവദിക്കണം. ഇതിനോട് ചേർന്നാണ് ഞാൻ പറയുന്നത്. കോടതിയിൽ അഡ്മിറ്റഡ് ആയിട്ടുള്ള തെളിയിക്കപ്പെട്ട എവിഡൻസിൽ നിന്നാണ് ഞാൻ പറയുന്നത്. പോലീസിൻ്റെ കേസ്, അതായത് പ്രോസിക്യൂഷൻ്റെ കേസ് പ്രകാരം 10 മണി കഴിഞ്ഞ് രാവിലെ 10 മണി കഴിഞ്ഞ് 48 മിനിറ്റ് കഴിയുമ്പോൾ നിനോ മാത്യു അയാളുടെ ഓഫീസിൽ നിന്നും ഫിംഗർ കൊടുത്ത് അയാൾ പുറത്തിറങ്ങുന്നു. 11 മണി കഴിഞ്ഞ് 3 മിനിറ്റ് ഉള്ളപ്പോഴത്തേക്ക് അയാൾ കഴക്കൂട്ടത്തുള്ള ഒരു കടയിൽ ചെരുപ്പ് വാങ്ങിക്കാനായിട്ട് വരുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ കാണിച്ചു. 11 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആയപ്പോഴത്തേക്ക് അയാൾ ആ കടയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതായിട്ട് തെളിവുണ്ട്. അപ്പോൾ അത് കഴക്കൂട്ടത്താണ്. കഴക്കൂട്ടത്ത് നിന്നും അദ്ദേഹം ആറ്റിങ്ങലിലേക്ക് വന്നു. ആറ്റിങ്ങിൽ നിന്നും ഒരു ബസ്സിൽ കയറി ആലങ്കോട് ഇറങ്ങിയെന്നാണ് കേസ്. കഴക്കൂട്ടത്ത് അദ്ദേഹത്തെ കാറ് പാർക്ക് ചെയ്തിരുന്നു പോലീസ് പറയുന്നു. കഴക്കൂട്ടത്ത് നിന്നും ആറ്റിങ്ങലിലേക്ക് അയാൾ എങ്ങനെ വന്നു എന്നുള്ളതിന് there is no evidence. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഈ വീട്ടിൽ വന്നു, ഈ ആലങ്കോട് ഇറങ്ങി അവിഷ് ജംഗ്ഷൻ വഴി അയാൾ വീട്ടിൽ വന്നു, കൊലപാതകം നടത്തി, മതിലെടുത്തിയാടി പുറകിൽ പോയി. അയാൾ ആലങ്കോട്ടിൽ നിന്നും ആറ്റിങ്ങലിലേക്ക് വന്നതായിട്ട് there is evidence. ഒരു എവിഡൻസ് ഉണ്ട്. ആറ്റിങ്ങിൽ നിന്നും അയാൾ കഴക്കൂട്ടത്തേക്ക് എങ്ങനെ വന്നു എന്നുള്ളതിന് എവിഡൻസ്. അതുപോലെ തന്നെ ടെക്നോ പാർക്കിൽ നിന്നും 10:48 അയാൾ ഇറങ്ങിയെന്ന് പറയുന്ന നിനോ മാത്യു അയാളുടെ കാറിലാണോ വന്നത്, അയാളുടെ കാർ ആരെങ്കിലും കണ്ടിരുന്നോ എന്നുള്ളതിന് നോ എവിഡൻസ്. അതുപോലെ 11 മണിക്ക് ഇദ്ദേഹത്തിൻ്റെ CCTV ദൃശ്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ആ CCTV ദൃശ്യങ്ങളിൽ ഒന്നും തന്നെ അദ്ദേഹം ഒരു കാറ് പാർക്ക് ചെയ്തിരുന്നതായിട്ടോ അല്ലെങ്കിൽ ഒരു കാറിൽ വന്നതായിട്ടോ പോകുന്നതായിട്ടോ there is no evidence. ഇങ്ങനെ വന്ന കാര്യങ്ങൾ, ഈ വരുന്ന കാര്യങ്ങൾ ആ സമീപ പ്രദേശത്ത് ഇത്രയും വീടുണ്ടായിട്ട് ആരെങ്കിലും ഒക്കെ കാണേണ്ടതുമാണ്. ഉണ്ട്, അത് കണ്ടിട്ടുണ്ട്. അവിക്സ് ജംഗ്ഷനിൽ വെച്ച് അദ്ദേഹത്തെ കണ്ടതായിട്ട്, അതായത് തോളിലൊരു ബാഗും പിന്നെ ഈ വരയൻ ഷർട്ടുമായിട്ട് ഈ അവിക്സ് ജംഗ്ഷനിൽ വെച്ച് അദ്ദേഹത്തെ കണ്ടതായിട്ട് സന്ദർഭത്തിൽ നിന്നാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത്, എൻ്റെ ഓർമ്മ ശരിയാണ്. അതെ, അത് അങ്ങനെ കണ്ടതായിട്ട് ഒരു സാക്ഷി പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ആ വീട്ടിൽ നിന്നും ഈ പടിക്കെട്ട് ഇറങ്ങി പോകുന്നതായിട്ട് ഒരു സാക്ഷി പറയുന്നുണ്ട്. പക്ഷേ ആ പടിക്കെട്ട് ഇറങ്ങി പോകുന്ന ഒരു സാക്ഷിയെ സംബന്ധിച്ചിടത്തോളം ആ സാക്ഷി ഈ ഉച്ചയ്ക്ക് 1 മണിയോട് അടുപ്പിച്ചാണ് അയാൾ അത് കാണുന്നത്. ഇങ്ങനെ പടിക്കെട്ടി കൂടെ ഒരാൾ ഇറങ്ങി ഓടുന്നു. അതായത് നിനോ മാത്യുവിൻ്റെ വിളി. ആ വിളി കേട്ട് അയാൾ ഉടനടി ആ വീട്ടിൽ ഓടിപ്പോയെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അയാളില്ല എന്നാണ് പറഞ്ഞത്.
യു ഗോട്ട് ദ പോയിന്റ്. ജെയിംസ് വടക്കഞ്ചേരി, അങ്ങനത്തെ ലൂപ്പ് ഹോൾസ് ഞാൻ അതിന്റെ സർക്കംസ്റ്റാൻസ് ഒക്കെ അവിടെ നിൽക്കട്ടെ, ഇത്തരത്തിൽ ലൂപ്പ് ഹോൾസ് ഒഴിവാക്കാൻ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിക്ക് ബാധ്യതയുണ്ടോ? ഇത്തരം ആംബിഗ്വിറ്റീസ് അടക്കം പഴുതടച്ചായിരിക്കണം ഒരു പ്രോസിക്യൂഷൻ, പ്രത്യേകിച്ച് ഇത്തരം കേസുകളിൽ. അതായത് പഠനങ്ങളിൽ കാണിക്കുന്നത് ചെറിയ ഇതൊക്കെ അടയ്ക്കുക എന്നുള്ളത് മിക്കവാറും എല്ലാ കേസുകളും അങ്ങനെ അടച്ചാലേ ആ കേസ് നിലനിൽക്കുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് ഇങ്ങനെ അടയ്ക്കാറുണ്ട് എന്നാണ് വരുന്നത്. ഡോക്ടർ മോഹൻ റോയ്, എനിക്ക് താങ്കളോട് ഒറ്റ മിനിറ്റ് ഇതയ്ക്കും. ഇനിയിപ്പോ കോടതിയുടെ വെർഡിക്റ്റ് വന്നു, നാളെ അവരെന്തോ ആയിക്കൊള്ളട്ടെ. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു ഈ ക്രൈമിന് മുമ്പ് ഇഫ് ദേ ആർ കോടതി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ നമ്മളത് ബഹുമാനിച്ചുകൊണ്ട്, അങ്ങനെയാണ് ഇവർക്കൊക്കെ കിട്ടേണ്ട ചില സപ്പോർട്ടുണ്ട്. ഒരുപക്ഷെ ഫാമിലിയിൽ നിന്ന് അടക്കം കിട്ടാത്തത് കൊണ്ടായിരിക്കാം തെറ്റുകളിലേക്ക് ആൾക്കാർ പോകുന്നത്. അതിനു മുമ്പുള്ള സപ്പോർട്ടും അതിനുശേഷം ഇത്തരം മനുഷ്യത്വത്തിന് ലഭിക്കേണ്ട സപ്പോർട്ട് എത്രമാത്രം പ്രാധാന്യമാണ്, എന്താണ് സമൂഹം ഇക്കാര്യത്തിൽ വിജിലന്റ് ആകേണ്ടത്? ഒറ്റ മിനിറ്റ് രജിതയ്ക്ക് ഒറ്റ മിനിറ്റ്. തീർച്ചയായും റിഫോമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള സപ്പോർട്ട് മെക്കാനിസംസ് ഉണ്ടാകണം. രണ്ട്, ഈ ഒരു അനുശാന്തി എന്ന സ്ത്രീയെക്കുറിച്ച് പറയുമ്പോൾ, മരിച്ച ഒരു കുട്ടിയെക്കുറിച്ച് പറയുമ്പോൾ, ലിനോ മാത്യു എന്ന് പറയുന്ന ഒന്നാമത്തെ പ്രതിയുടെ ഒരു മകളുണ്ട്. 6 വയസ്സ് പ്രായമായ 2 വർഷമായ അച്ഛനെ കാണാതിരിക്കുന്ന ഒരു മകൾ. ആ കുട്ടിയുടെ കാര്യവും ആലോചിക്കണം. അത്തരത്തിൽ നമ്മൾ അസംതൃപ്തമായ കുടുംബങ്ങളിൽ നിന്നും അസംതൃപ്തരായ വ്യക്തികളുണ്ടാകുന്നു. അവർ നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളുടെ ഒരു കറക്റ്റീവ് മെഷേഴ്സ് യഥാർത്ഥത്തിൽ കുടുംബങ്ങളിൽ നിന്ന് ആരംഭിക്കണം. കുടുംബ ജീവിതങ്ങളുടെ അടിസ്ഥാനം ഉണ്ടാവണം, കുടുംബ ഭദ്രത ഉണ്ടാവണം. അതിൽ നിന്ന് മാത്രമേ ഇത്തരം കൊലപാതകങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കാനുള്ള കാര്യങ്ങളും നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുകയും, പിന്നെ ഞാൻ എപ്പോഴും സൂചിപ്പിക്കുന്നത് പോലെ ഇത്തരത്തിലുള്ള ആൾക്കാരുടെ ഒരു മനോനില പരിശോധന എന്ന് പറയുന്നത് തീർച്ചയായും സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. അത് ഇനിയെങ്കിലും ഒരു നീതിന്യായ വ്യവസ്ഥയിൽ അജിസാവൊക്കെ ഉണ്ട്, അവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്ന്. രജിത, എനിക്ക് തോന്നുന്നു വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങൾ കുറച്ചും കൂടെ ഓപ്പൺ ആകുക എന്നുള്ളതാണ് പ്രധാനം. അത് കഴിഞ്ഞു പോയ കേസുകളെ കുറിച്ചല്ല വരുന്നത്. ഇനിയും ധാരാളം, എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ ഇനിയും ധാരാളം സ്ത്രീകളും പുരുഷന്മാരും അല്ലാത്തവരും ഒക്കെയുണ്ട്. പിന്നെ വളരെ വ്യക്തിബന്ധങ്ങൾ സൂക്ഷിക്കുന്നവർ. ആ ബന്ധങ്ങളെ ഓപ്പണായിട്ട് കാണാൻ ശ്രമിക്കുക. ഈ പറഞ്ഞ ഇല്ലീഗൽ എന്നുള്ള വാക്കുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് മൊറാലിറ്റിയെ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കാതിരുന്നുകൊണ്ട് വ്യക്തിബന്ധങ്ങൾ ഊഷ്മളമാക്കാനായിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത് എന്നുള്ളതാണ്. അതിനുള്ള സപ്പോർട്ടാണ് എല്ലാവരും നൽകേണ്ടത്. ആ ബാധ്യത സൊസൈറ്റിക്കും കുടുംബത്തിനുമുണ്ട്. അത്തരത്തിലുള്ള ബാധ്യത കുടുംബവും അതോടൊപ്പം തന്നെ സമൂഹവും പുലർത്തുകയാണെങ്കിൽ കുറ്റവാളികൾ ഉണ്ടാകില്ല. കുറ്റവാളികൾ ഇല്ലാത്ത ഒരു ലോകത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴായിരിക്കും അന്വേഷണ ഏജൻസികളുടെ പഴുത് അത് ഇല്ലാതാകുന്നതിനെ വിമർശന വിധേയമാക്കേണ്ട സാഹചര്യം ഉണ്ടാകാതിരിക്കുന്നതും. പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി.